ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യവുമായി പ്രിയൊരു സഹോദരിയാണ് കടന്നു വന്നിരിക്കുന്നത്. കർത്താവ് മരണത്തിൽ നിന്ന് വിടുവിച്ചതായ ഒരു വലിയ അനുഭവം തൻ്റെ ജീവിതത്തിലുണ്ട്. അത് കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരും, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹിമയായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. അതൊക്കെ കേൾക്കുവാൻ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യം ഷെയർ ചെയ്യുന്നതിന് ആ പ്രിയപ്പെട്ട സഹോദരിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. സന്തോഷമായിരിക്കുന്നുവോ? ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിലെ ദൈവം നടത്തിയ വിധങ്ങളെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. ആ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഈ പകൽക്കാലം ഹല്ലേലൂയ പ്രിയ സഹോദരിയുമായി ദൈവപാദപീഠത്തിലായിരിക്കാന് കർത്താവ് ഇടയാക്കി കൃപയോർത്തു നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ സാക്ഷ്യം കേൾക്കുന്നവർക്ക് ഒരു വലിയൊരു അനുഗ്രഹമായി തീരുവാന് കർത്താവ് സഹായിച്ചാട്ട് അങ്ങയുടെ നാമം ഇതിലൂടെ മഹിമപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളെ കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ലോർഡ്. രഞ്ജു. ആമേൻ. മരിച്ചവരും അവനത് ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. ദൈവത്തിന്റെ വചനമാണ്. ജീവനോട് പ്രിയ സഹോദരിയെ കർത്താവ് ആക്കിയിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ നാമം പ്രിയ സഹോദരിയുടെ സാക്ഷ്യത്തിലൂടെ മഹിമപ്പെടുവാനിടയായി തീരട്ടെ. ഇപ്പോൾ ഞങ്ങളോടൊപ്പം എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാട്ട്? ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ തലയോളപ്പുറം എന്ന സ്ഥലത്ത് നിന്നാണ്. ഓക്കെ. പേരും സ്ഥലവും കൂടെ ഒന്ന് പറഞ്ഞ. എന്റെ പേര് രഞ്ജുമോൾ. ഞാൻ ജനിച്ചതും വളർന്നതും തലയോളപ്പുറമ്പിലെ വടകര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ആദ്യമായിട്ട് ഞാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. എനിക്ക് ജോയ്സ് ടി വിയിലൂടെ കർത്താവിന്റെ സാക്ഷിയായി നിൽപ്പാൻ തക്കവണ്ണം വലിയവനായി ദൈവം നൽകിയ ഈ വലിയ ഭാഗ്യത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ജോയ്സ് ടി വിയിലേക്ക് ആന്റി സാക്ഷ്യം പറയാൻ വിളിച്ചു. ആന്റിക്കും ജോയ്സ് ടി വിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ആന്റിയുടെ കുടുംബത്തിനും പിന്നെ എന്നെ പറ്റി ആന്റിയോട് ഷെയർ ചെയ്ത പ്രൈസ് മോനും യേശു കർത്താവിന്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. ആദ്യമായി ഞാൻ ജനിച്ചത് വളർന്നത് തലയോലപ്പുറമ്പില് വടകര എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു. അതൊരു CSA ബാക്ക്ഗ്രൗണ്ടിൽ, ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ജനിക്കാൻ തക്കോണം വലിയവനായ ദൈവം എനിക്ക് കൃപ ചെയ്തു. എന്റെ 19ാമത്തെ വയസ്സിൽ ആയപ്പോഴാണ് ഞാൻ കർത്താവിലേക്ക് കൂടുതൽ അടുക്കുവാനിടയായത്. എനിക്ക് എന്റെ അമ്മയുടെ കുടുംബത്തിലായിരുന്നു. അപ്പം എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട അപ്പച്ചനെയും അമ്മച്ചനെയും കർത്താവ് ദാനമായി നൽകി. അപ്പം അതിലൂടെ ദൈവത്തോട് അടുക്കാനിടയായിട്ടുണ്ട്. കാരണം ഒരുപാട് ബൈബിൾ വചനങ്ങളും കഥകളും എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന സമയത്ത് ഒരു കഥ പറഞ്ഞു തരും, ബൈബിൾ വാക്യം പറഞ്ഞു തരും. അപ്പം യേശു കർത്താവിനോടുള്ള ഇന്റിമസി എനിക്കുണ്ടായിരുന്നു. പക്ഷെ വചനതല ആഴത്തിലുള്ള, അതായത് ആഴത്തിൽ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി അറിയുന്നത് പോലെ അങ്ങനെയുള്ളൊരു അറിവൊന്നും ഇല്ലായിരുന്നു. ഞാൻ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും BBSൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെയും ഒരുപാട് വചനങ്ങൾ, ഒരുപാട് മിഷണറി ചരിത്രങ്ങളൊക്കെയും എന്റെ ജീവിതത്തിൽ പലപ്പോഴും ചിന്തിക്കുവാനും കർത്താവിന് വേണ്ടി സമർപ്പിക്കാനൊക്കെ ആ സമയത്ത് ഇടയായിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്ന പോലെ, നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ച് പ്രസ്താവിക്കുക എന്ന് ഭൂതക്രിസ്തനോട് പറഞ്ഞതായിട്ട് കാണുവാൻ കഴിയും. ഞാനിവിടെ എന്റെ ജീവിതത്തില് എന്റെ ജീവിതത്തിൽ എന്നോട് കർത്താവ് കരുണ കാണിച്ചതും ദൈവം വിടുവിച്ചതും മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജീവിതത്തില് 2010-ലും 2023-ലും 2 വർഷമായിട്ട് മരണപരമായ സാഹചര്യത്തിലൂടെ കടന്നുപോയി. ഡോക്ടേഴ്സ് 1.5 മണിക്കൂർ വിധി എഴുതിയ സാഹചര്യത്തിലൂടെ കടന്നു പോകാനിടയായി. അവിടെ എല്ലാം ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കുവാനും കർത്താവിന്റെ വലിയ വിടുതൽ അറിയുവാനും ദൈവം ഇടയാക്കി. അതിലേക്ക് പോവുകയാണെങ്കിൽ 2010-ൽ ഞാൻ ജോലിയോടുള്ള ബന്ധത്തില് ഡൽഹി എന്ന സ്ഥലത്തായിരുന്നു. അവിടെ ഗ്രീൻ പാർക്ക് E2 സെക്ടറിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയങ്ങളിലൊക്കെ വളരെ പ്രതീക്ഷയോടും സന്തോഷത്തോടും കൂടിയൊക്കെ ആയിരുന്നു ഞാൻ ജോലിക്ക് അവിടെ കടന്നു ചെല്ലുവാനും അവിടെ ആവുവാനൊക്കെ ഇടയായത്. പക്ഷെ അവിടെ
എന്റെ കൂട്ടുകാരൊന്നും ക്രിസ്ത്യനായിട്ട് നിൽക്കുന്നവരും അങ്ങനെ വിശ്വാസം നിൽക്കുന്നവരൊന്നും ഇല്ലെങ്കിൽ പോലും കർത്താവോടുള്ള പ്രാർത്ഥനാ ജീവിതമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം അങ്ങോട്ട് അംഗീകരിക്കുന്ന ഒരാളല്ല. എനിക്ക് എന്തുകൊണ്ടേലും അതിൽ ചോദ്യം ചെയ്യുന്നവര് അതങ്ങനെയാണോ അല്ലെങ്കിൽ ഇന്ന് ചിന്തിക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്നിൽ ഉണ്ടായിരുന്നു. അപ്പം ഈ സമയങ്ങളിൽ ഞാൻ കടന്നു ചെന്നപ്പോൾ എന്താ പറയുക, സകലവും ആദ്യം തന്നെ പറഞ്ഞു, സകലവും നന്മയ്ക്കായി. എന്റെ ജീവിതത്തില് കടന്നു വന്ന ജീവിതത്തിലെ ശത്രുവും മനുഷ്യനും ഒക്കെ വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകാനൊക്കെ ഇടയായി. പക്ഷെ അതൊക്കെ നന്മയ്ക്കായിട്ടായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലാകുവാൻ ദൈവം എന്നെ ഇടയാക്കി. 2010 ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് എന്റെ കാലിൽ ഒരു പാത്രം വീണ്. അത് നല്ല കട്ടിയുള്ള പാത്രമായിരുന്നു. അത് വീണ് കാല് പൊട്ടല് വരുവാനിടയായി. അതിനെ തുടർന്ന് ഒരാഴ്ച ശേഷം എനിക്ക് നല്ലതായിട്ട് അതികഠിനമായ പനി വരുവാനിടയായി. പനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് 2-3 ഹോസ്പിറ്റലിലേക്ക് പോയിട്ടും എനിക്ക് മാറിയില്ല. അതിനുശേഷം വേറൊരു ഹോസ്പിറ്റൽ. അപ്പൊ ആ സമയങ്ങളിൽ എനിക്ക് മുടിയൊക്കെ ഉണ്ടായിരുന്നു, നന്നായിട്ട് മുടി കൊഴിയാൻ തുടങ്ങി. ഓരോ രോമകൂപത്തിലും നമ്മുടെ ശരീരത്തിൽ വേദന നന്നായിട്ട്. അപ്പൊ നമ്മുടെ ഡ്രസ്സ് ധരിക്കുമ്പോൾ അത് തൊടുവാൻ കഴിയത്തില്ല, അതുപോലെ തന്നെ ആരും മുട്ടാൻ പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി എനിക്ക് നമുക്ക് ഒരിക്കലും പറയുവാൻ കഴിയാത്ത രീതിയിലുള്ള ബോഡിക്കുള്ള പെയിൻ, ഓരോ രോമകൂപത്തിലാണ് വേദന വരുന്നത്. അവസാനം വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനിടയായി. ടെസ്റ്റില് ലൂക്കോസൈറ്റിന്റെ കൗണ്ട് നന്നായിട്ട് കൂടി നിൽക്കുന്ന അവസ്ഥയാന്ന് പറയാനിടയായി. അവിടെ വെച്ച് അവര് എനിക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് അത്യാവശ്യം ക്ഷീണങ്ങളൊന്നും എനിക്കില്ലെങ്കിൽ പോലും ഈ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ രോഗം വന്നതോട് നന്നായിട്ട് ക്ഷീണിക്കാൻ ഞാൻ ഇടയായി. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഒരാഴ്ചയ്ക്ക് ശേഷമായപ്പോഴും നന്നായിട്ട് മരുന്നിനോട് എന്റെ ശരീരം പ്രതികരിക്കാൻ തുടങ്ങി. അതിലുപരിയായിട്ട് എന്റെ കൂടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നോട് ഇവരത് ഷെയർ ചെയ്യാൻ ഇടയായില്ല. വേറൊരു സുഹൃത്തിന്റെ വാക്കിലാലാണ് ഞാൻ അറിയാനിടയായതും. അങ്ങനെ എന്റെ വീട്ടിലേക്ക് വിളിച്ചു പറയുകയും അവരൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാരോട്. ഞങ്ങള് CSA ബാക്ക്ഗ്രൗണ്ടിലാണേലും ആ കാലം ഞങ്ങളുടെ കസിൻസും മറ്റുള്ളവരൊക്കെയും വിശ്വാസത്തിൽ വേർപെട്ട ആരാധനയിൽ പോകുന്നവരും പാസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു ഫാമിലി ഉണ്ട്, അതായത് ബന്ധത്തിലുള്ളവര്. അപ്പോൾ പലരോട് ഷെയർ ചെയ്യാനിടയായി. എല്ലാവരും പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി മരുന്നിനോട് പ്രതികരിക്കാനും ദൈവം എന്നെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഇടയായി. പക്ഷെ ആ സമയത്ത് ഞാൻ നന്നായി ക്ഷീണിച്ചും എന്റെ ശരീരം, മുഖത്തിന് ഷേപ്പ് ഉണ്ടെങ്കിൽ പോലും ശരിക്കും ഒരു അസ്ഥികൂടമാകുന്ന ഒരു അവസ്ഥയിലൊക്കെ ആയിപ്പോയി. അപ്പൊ റിസൾട്ട് എല്ലാം മേടിച്ച് മടങ്ങി വരുന്ന സമയത്ത് അന്നേരം എനിക്ക് ക്ഷീണം മാറുന്നില്ല. അപ്പോ അവരൊരു മാർക്കറ്റിൽ വന്നു, മെഡിസിൻ ബാക്കി വെളിയിൽ നിന്ന് മേടിക്കാനുള്ള മെഡിസിൻസ് ഒക്കെ മേടിച്ചു. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങൾ. അപ്പോൾ ഒരു വ്യക്തി കുറെ നേരമായിട്ട് എന്നെ നോക്കി നിൽക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഡൽഹിയിലായതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും ആർക്കും ഒരു ഭയം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞങ്ങൾ തട്ടിക്കൊണ്ടു പോകാനാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഉള്ളിലൊരു ഭയമായിരുന്നു. അവസാനം അദ്ദേഹം ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഈ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് വെച്ചപ്പോ ഞങ്ങൾക്ക് പറയാൻ ഭയങ്കര പ്രയാസമുണ്ട്. അവസാനം പറഞ്ഞു, കുട്ടി നല്ല സിക്കാണ്, ഇവൾക്ക് നന്നായി ട്രീറ്റ്മെന്റ് വേണം, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം, ഇവർക്ക് എന്തൊരു രോഗം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന സഹോദരി പറഞ്ഞു, നമുക്ക് അസുഖങ്ങൾ മാറി, ഇപ്പോഴത്തെ ഇതാണ് ഞങ്ങളുടെ റിസൾട്ട്, ട്രീറ്റ്മെന്റ് എടുത്തു. അന്നേരം അദ്ദേഹം പറഞ്ഞു, ഇല്ല അത് മാറിയായിരിക്കും ശരി, പക്ഷെ ഇവർക്ക് നല്ല സിക്കാണ്, അതുകൊണ്ട് ആ ചേച്ചി ഒരു മെഡിസിൻ മേടിച്ചപ്പോ ഇദ്ദേഹം ചാഴ്ചെന്ന് പറഞ്ഞു, വേണ്ട ഈ മരുന്ന് മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഡൗട്ടായി. കാരണം പുള്ളി അവസാനം ഞങ്ങളോട് പറഞ്ഞ്, ഞാനൊരു ഡോക്ടറാണ്, ഞങ്ങൾക്കത് വിശ്വസിക്കാൻ ഒരിക്കലും എന്താ പറയാ കഴിയത്തില്ല. കാരണം ഒരു ഡോക്ടറായാലും പരിചയമില്ലാത്തൊരു വ്യക്തി നമ്മളെ കുറിച്ച് നോക്കി നിൽക്കുക, നമ്മുടെ അടുത്തേക്ക് വരിക, അവസാനം നമ്മളോടൊരു അധികാരമുള്ള ഒരു വ്യക്തിയെ പോലെ പെരുമാറുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് നല്ല ഭയം ഉണ്ടായി. ഞങ്ങൾക്ക് എഴുതുന്ന മരുന്ന് അദ്ദേഹം മേടിക്കാൻ ഇടയാക്കിയില്ല. അദ്ദേഹം തന്നെ മെഡിസിൻ വേറൊരെണ്ണം മേടിച്ചിട്ട് അതിന്റെ ഉള്ള പൈസയും കൊടുത്തു. അദ്ദേഹം ഒരു ഫോൺ നമ്പർ തന്നതാണ് എന്റെ നമ്പർ, ഇതിൽ കോണ്ടാക്ട് ചെയ്യണം, നാളെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോയി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് മേടിച്ചെടുത്തിൽ നിന്ന് ഞങ്ങൾ വണ്ടി കയറി ഇവിടെ വന്നു. ഞങ്ങൾ താമസിക്കുന്നോട്ട് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞില്ല, പേടിയാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഭയങ്കര ശരീരത്തില് ക്ഷീണമുണ്ട്. പക്ഷെ ഈ ഇൻസിഡന്റ് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരാഴ്ചക്ക് മുമ്പ് തൊട്ട് എനിക്ക് ഞാനിങ്ങനെ ടോയ്ലറ്റിൽ പോണ സമയത്ത് ബാത്റൂമില് പോകാൻ ഒരു ബാത്റൂമിലും അല്ലെങ്കിൽ ടോയ്ലറ്റിലൊക്കെ പോകുന്ന ഒരു സ്ഥലം, ഒരു ചെറിയൊരു ഇടനാഴിക പോലെയാ. ആ വഴിയിലൂടെ ഞാൻ കടന്നു പോകുന്ന സമയത്ത്
ഒരു കുറച്ച് ദൂരം അങ്ങ് മാറി കഴിയാൻ നേരത്ത് എന്തോ ഒരു ആൾ എന്നെ പിന്തുടരുന്ന പോലെ എനിക്കൊരു ഫീല് വരാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും തിരിഞ്ഞു നോക്കാറില്ല. അവസാനം ബാത്റൂമിന്റെ അകത്ത് കയറിയിട്ട് ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഞാനിങ്ങനെ അതിലുള്ള ഒരു ദ്വാരമുണ്ട്, അതിലേക്കൂടി നോക്കാൻ നേരത്തൊന്നുമില്ല. കുറച്ച് സമയം ഞാൻ അവിടെ അനങ്ങാതെ നിൽക്കും. അത് കഴിഞ്ഞ് ഡോറ് തുറക്കും, ഇറങ്ങും. പക്ഷെ ഞാൻ സഞ്ചരിച്ച് കുറച്ച് കഴിഞ്ഞ ശേഷം പിന്നെയും എനിക്ക് ഒരാൾ എന്നെ ഫോളോ ചെയ്ത് നന്നായിട്ട് എനിക്കറിയാൻ സാധിക്കുന്നു. എന്നിട്ട് അത് ഞാൻ റൂമിൽ കയറി കഴിഞ്ഞ് അടച്ചു കഴിയവില്ല. അതിനുശേഷം 2-3 ദിവസം കഴിയാൻ നേരത്തെ ഞാൻ കിടന്ന് പൊക്കത്ത്, കട്ടിലിന്റെ പൊക്കത്തെ ഇതിലാണ് കിടക്കുന്നത്, അപ്പർ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് കിടക്കുന്നത്. അപ്പോൾ കിടന്ന സമയത്ത് ഞാൻ ഉറങ്ങുന്നില്ല, ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് ഒരു നന്നായിട്ട് നല്ല കറുത്തൊരു പുക വലുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നത് കാഴ്ച എനിക്ക് കാണാനിടയായി. അപ്പൊ ഞാൻ ശരിക്കും ഇത് എന്താ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നി. അന്ന് എനിക്കറിയാതെ 91 സങ്കീർത്തനം പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ മുദ്ര വെക്കാന്നാണ് വീട്ടിൽ പഠിപ്പിച്ചേക്കുന്നത്. അപ്പൊ അതേ രീതിയിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് മുദ്ര വെച്ച് കുറച്ച് സമയത്ത് കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് കിടക്കുന്ന ഒരു ചേച്ചി, അപ്പുറത്തെ കട്ടിലയിലാണ്, ആ ചേച്ചി ഇങ്ങനെ കാറിക്കൊണ്ട് എഴുന്നേറ്റ് ചാടി പൊക്കട്ടു. അപ്പൊ അടുത്തുള്ളവരെ എല്ലാരും ലൈറ്റ് ഇട്ട് ചാടി ചെയ്തപ്പോൾ എന്താ നിനക്ക് എന്താ സംഭവിച്ചത്, ആരാണ്ട് എന്റെ കഴുത്തിന് വന്ന് പിടിച്ചു, എന്റെ ശ്വാസം മുട്ടിച്ചു കളഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഈ സമയത്ത് ഞാൻ എഴുന്നേറ്റില്ല, ഞാൻ തലയിൽ ഇങ്ങനെ മൂടി പുതച്ച്, അത് കാറ് കേട്ടോണ്ട് ഞാൻ തലയിൽ ഇങ്ങനെ മൂടി പുതച്ച് ഇങ്ങനെ പേടിച്ച് കിടന്നു. പക്ഷെ പിന്നീട് ഈ സംഭവങ്ങളൊക്കെ വരുമ്പോഴെങ്കിലും ഭയം എനിക്ക് വരുന്നില്ലായിരുന്നു. പക്ഷെ ഈ ഇൻസിഡന്റ് ഒക്കെ എന്റെ ജീവിതത്തിൽ എനിക്ക് കാണുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനോട് ഒന്ന് ശക്തമായി പ്രാർത്ഥിക്കാനോ ആ സമയങ്ങളിലൊക്കെയും എന്റെ കുടുംബത്തിലേക്ക് വിളിച്ച് ഞാൻ പറയെങ്കിൽ പോലും കുടുംബത്തിലുള്ള ബന്ധുക്കളോ ഒക്കെ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അത്ര ഒരു നമ്മളോടൊരു നല്ലൊരു സാഹചര്യം അല്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ അവരോട് തന്നെയാണ് ഇത് തുറന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പം എന്റെ മാതാവിനോട് തുറന്നു പറയാൻ ഇടയായില്ല. അതിനുശേഷമാണ് എനിക്ക് ഈ മേലായിക വരുന്നതും ഇത് ട്രീറ്റ്മെന്റ് എടുക്കുവാനൊക്കെ ഇടയായത്. ഈ ഡോക്ടറെ ഞാൻ കണ്ടെന്ന് പറഞ്ഞ് അന്ന് രാത്രി ഞങ്ങൾ അവിടെ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോ വൈകുന്നേരമായി എത്തി, എല്ലാവരോടും സംസാരിച്ചു ഒക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ, വേറൊരു ഹോസ്പിറ്റൽ, ഈ ഡോക്ടർ വന്ന അഡ്രസ്സില് ഡൽഹിയിലുള്ള ഹോസ്പിറ്റലാണ്, അവിടെ പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന സമയത്ത് നാളെ എല്ലാം റെഡിയാക്കി വെച്ചു, നാളെ നമുക്ക് രാവിലെ പോവാന്നൊക്കെ പറഞ്ഞു. എന്റെ കൂടെയുള്ളവരെ ട്രീറ്റ്മെന്റിന് കയറാൻ ആ സമയത്ത് എന്നോട് പറഞ്ഞു, ഇത്ര നേരം നീ സംസാരിച്ചില്ല, നീ താഴെ, ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിലാണ് താമസിക്കുന്നത്, അങ്ങോട്ട് പോയിക്കോ, ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് എന്റെ റൂമിൽ 2 ചേച്ചിമാർ ഇരിപ്പുണ്ട്. അവിടെ ചെന്നതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ദാഹിക്കും, വല്ലാതെ വെള്ളം ദാഹിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഇരുന്നൊരു കുപ്പിയിലെ വെള്ളം കുടിച്ചു. പെട്ടെന്ന് എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നൽ വന്നു. അങ്ങനെ ഞാൻ ബാത്റൂമിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ നന്നായിട്ട് തല കറങ്ങുന്ന ഒരവസ്ഥ വന്നു. അപ്പൊ എനിക്കിങ്ങനെ തോന്നി ബ്ലാക്ക് കളർ സ്പ്യൂട്ട് ഒക്കെ പോകുന്നു. അപ്പൊ എന്റെ അപ്പച്ചനൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ മരിക്കാറാകുമ്പോഴാ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓരോ നാളിൽ കേട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്ത വന്നപ്പോ എനിക്കൊരു എനിക്ക് എന്തെങ്കിലും സംഭവിക്കുവോ, എന്താ എനിക്കിങ്ങനെ. അപ്പൊ ഞാനിവിടെ എങ്ങനെ വന്ന് തലകറങ്ങി വീണ് പോയി കഴിഞ്ഞാലോ എന്നത് പെട്ടെന്ന് അവിടുന്ന് ഒരു ഭിത്തിയെ പിടിച്ചോണ്ട് വരുന്നത്. കാരണം പിന്നെ എനിക്ക് നിലം കാണാൻ സാധിക്കുന്നില്ല. പിടിച്ചു റൂമിൽ വന്നിരുന്നു. അപ്പൊ പിന്നെ ഒരു കുപ്പി വെള്ളം ഇരിപ്പുണ്ട്. ആ വെള്ളം ഞാൻ കുടിക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ എന്റെ വയറ്റിലെത്തുന്നതോ അല്ലെങ്കിൽ എത്രമാത്രം കുടിക്കുന്നതോ ഒന്നും എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല. അപ്പം എന്റെ അടുത്തിരുന്ന ചേച്ചിമാര്, കാരണം അതിന് മുമ്പ് വരെ ഞാൻ മുകളിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ താഴെ വന്ന് ഇങ്ങനെ കാണിച്ചപ്പോൾ അവരോട് സംസാരിക്കാൻ അത്രമാത്രം അവർ കാര്യമാക്കിയില്ല. അപ്പോ ഞാൻ ആ വെള്ളം കുടിച്ച കട്ടിലെ തന്നെ കിടന്നു. പിന്നെ പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റപ്പോ എനിക്ക് വേറൊരു എന്റെ ഫ്രണ്ട് കിടക്കുന്ന ഒരു കട്ടിലേക്ക് എനിക്ക് കയറി കിടക്കാൻ തോന്നി. അങ്ങനെ ഞാൻ കിടന്നു. പിന്നെ ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഇതൊരു സ്വസ്ഥമായിട്ട് ഞാനൊരു ഉറങ്ങുന്ന ഒരു അനുഭവത്തിലേക്ക് പോയി. ആ സമയത്താണ് എന്റെ കൂടെ ഞാൻ കഴുത്തിൽ എന്തോ ഒരു ഇത് പിടിച്ചു എന്നൊക്കെ പറഞ്ഞു തോന്നി ആ ചേച്ചി. അദ്ദേഹം കിടന്ന കട്ടിലിന്റെ താഴെയാണ് ഞാൻ കിടന്നത്. അദ്ദേഹം ട്രീറ്റ്മെന്റിന് വേണ്ടി അകത്ത് കയറി കഴിഞ്ഞപ്പോൾ വെള്ളം കുടിക്കാൻ തോന്നി. ഇപ്പോൾ ഹോസ്പിറ്റലിന്റെ മുകളിൽ തന്നെ കുടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, വെള്ളം വെക്കുന്നത് എല്ലാം ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് തോന്നി താഴെ മുറിയിൽ വരണം. പുള്ളിക്കാരി അതിന് മുമ്പ് കുപ്പിയിൽ ഒരു കുപ്പി വെള്ളം പിടിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത്. ആ വെള്ളം കുടിക്കണം എന്തോ ചിന്ത തോന്നി. അദ്ദേഹം ഇറങ്ങി താഴെ വന്നു. ഇങ്ങനെ സ്റ്റെപ്പ് കയറി വെള്ളം ഇങ്ങനെ എടുത്ത സമയത്ത് കയ്യിൽ നിന്ന് സ്റ്റെപ്പിൽ നിന്ന് തെന്നി ചവിട്ടുന്നത് തന്നെയാണ്. ആ സമയത്ത് എന്റെ കാല് എല്ലാം നന്നായിട്ട് ഐസായി കിടക്കുന്ന സമയം. അപ്പൊ ഈ ചേച്ചി കിടന്ന് കൂവുന്നത് എനിക്ക് നന്നായി കിടന്ന് കൂവി കരയുന്നുണ്ട്. രഞ്ജുവേ എന്ന് പറഞ്ഞ് വിളിച്ചാണ് കരയുന്നത്. അന്നേരം പിന്നെ ഞാൻ കേൾക്കുന്നത് BP അപ്പാഴ്സ്. ചിലപ്പോൾ പെട്ടെന്ന് വിളിച്ച് പൾസൊക്കെ നോക്കുന്നുണ്ട്. BP അപ്പാഴ്സ് എടുത്തുകൊണ്ട് വേഗം. അപ്പൊ എന്നിങ്ങനെ കുലുക്കി വിളിക്കുമ്പോ എനിക്കെന്തോ ഇവരെന്നെ എന്തോ അസ്വസ്ഥതപ്പെടുത്തുന്ന എന്നൊരു രീതിയാണ് എനിക്ക് തോന്നുന്നത്.
പക്ഷേ കുറെ നേരം ഒച്ച വെച്ച് തല്ലുന്നുണ്ട്, അടിച്ചൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ പറയുന്നുണ്ട് എന്നെ വീട്, എനിക്കൊന്നുമില്ല, എനിക്ക് സ്വസ്ഥതയുണ്ട്, സ്വസ്ഥമായി ഞാൻ കിടക്കുവാന്ന് ഞാൻ പറയാം. പക്ഷെ ഈ പറയുന്നത് ഒരിക്കലും മനസ്സിലാകുന്നില്ല, അതെനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അവർക്ക് അറിയാം. പക്ഷെ എന്റെ വിചാരം ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല, കാരണം എന്റെ വാക്കുകൾ കുഴഞ്ഞാണ് ഞാൻ പറയുന്നത്. അപ്പൊ പെട്ടെന്ന് അവര് പിന്നെ പഞ്ചസാരയൊക്കെ കലക്കി വെള്ളം തന്നു. പക്ഷെ അവിടെ നിന്ന് എടുത്ത് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇടയായി. ഓട്ടോയിൽ കയറിയ സമയത്താണ് ഞാൻ പിന്നെ പെട്ടെന്ന് ഒരു ഓട്ടോ വിളിച്ചത്, അതാ കിട്ടിയത്. ആ കിട്ടിയ ഓട്ടോയിൽ കൊണ്ട് തന്നെ പോകുന്ന സമയത്ത് ഞാൻ തന്നെ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. വൊമിറ്റ് ചെയ്യുന്നത് മഞ്ഞ കളറിലെ വെള്ളമാണ്. അപ്പോ അത് ഞാൻ അറിയുന്നുണ്ട്. അപ്പൊ അന്നേരം ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ സംസാരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എന്നെ അവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നതിന് ശേഷം, സുക്മിനി എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്. അവിടെ ചെന്നതിന് ശേഷം ഈ ഡോക്ടേഴ്സ് പറഞ്ഞു വൈറൽ ഫീവറാ, അതിന് അങ്ങനെ പറഞ്ഞ് അതിനുള്ള മെഡിസിൻ സ്റ്റാർട്ട് ചെയ്താം എന്ന് പറഞ്ഞു. ആ സമയത്ത് മെയിൻ ഡോക്ടർ പോയായിരുന്നു. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇടയ്ക്ക് ശ്വാസം മുട്ടൽ വരാറുണ്ട്. അപ്പം ആ ഒരു മെഡിസിൻ, അപ്പൊ എന്റെ കൂടെ നിന്ന് ആ ചേച്ചി ഓൾറെഡി നേഴ്സ് ആയിരുന്നു, പിന്നീട് ഞങ്ങളുടെ ഫീൽഡിലേക്ക് വന്നതാണ്. അപ്പൊ ചേച്ചി പറഞ്ഞു ഈ ഇഞ്ചക്ഷൻ അവർക്ക് എടുക്കരുത്, ഇത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇന്ന അസുഖം ഉള്ളത് കൊണ്ടാണ്, അവർക്കത് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ചിലതിന് മരുന്നിനോടൊക്കെ അവർക്ക് അലർജി ഉണ്ട് എന്ന് പറയാനിടയായി. പക്ഷെ അവരത് കേട്ടില്ല. അവരത് NS തന്നിട്ട് എനിക്ക് കേൾക്കാനിടയായി. പക്ഷെ അത് കുത്തിയിട്ട് തരാൻ വന്നപ്പോൾ ചേച്ചി അത് അവിടെ നിർത്തിയിട്ട്, പിന്നെ ആകപ്പാട് അവിടെ ഭയങ്കര ഒച്ചയും മേളമൊക്കെ ആയി. ഈ സമയത്ത് അപ്പോഴും ഒരു BP നോക്കുമ്പോൾ BP അപ്പാർട്സിലൊക്കെ കിട്ടുന്നില്ല. പക്ഷെ അത് അത്രമാത്രം അവര് ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആണ്, ചെറുപ്പക്കാരാണ്, അത്ര അവർ മൈൻഡ് ആക്കിയില്ല. പക്ഷെ ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ എന്റെ മുഖം നന്നായിട്ട് ഈ വശത്തേക്ക് കോടാൻ, അതായത് ഇതിന്റെ വേദന എനിക്ക് ഒരിക്കലും, അപ്പൊ അത്രയും നേരം കണ്ണ് തുറന്നു കിടന്ന ഞാൻ എന്നെ ഒരു കട്ടിലേക്ക് കിടത്തിയതിനു ശേഷം പിന്നെ എനിക്ക് സ്വയമേ കണ്ണ് തുറക്കാനോ ഒന്നും പറ്റുന്നില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാലാവുന്നോളം ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആരെങ്കിലും ഈ വേദന സഹിക്കാൻ മേലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, ആരെങ്കിലും എന്നെ ഒന്ന് തടകി തന്നെങ്കിലോ, അല്ലെങ്കിൽ നന്നായി തിരുമ്മി തന്നെങ്കിലോ എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എന്നെ മേലാകി പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്ക് തർക്കത്തിലായതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിനിടയ്ക്ക് ആരോ എന്നെ അത് തൂക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയുന്നുണ്ട് എന്റെ മുഖം കോടുവാന്ന് എനിക്ക് തോന്നുന്നുണ്ട്, കാരണം ഈ സൈഡിലുള്ള പെയിൻ, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ജോയിന്റുകളും മാറിക്കൊണ്ട് പോകുന്ന വേദന, അത് നമുക്ക് സഹിക്കാൻ മേലതിന്റെ അപ്രാരം. അപ്പൊ ഇതിനു മുമ്പ് തന്നെ എനിക്ക് ഈ കാലിന്റെ പൊട്ടല് വന്നതും ഈ ലൂക്കോസൈറ്റ് കൗണ്ട് കൂടിയപ്പോൾ ആ രോമകൂപത്തിലൊക്കെയുള്ള വേദനയും ശരീരത്തിലെ വേദനയൊക്കെ ഒരുപാട് അനുഭവിച്ചത് കൊണ്ട് എനിക്ക് ഇനി ഒരു വേദന എനിക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി, കാരണം ഇവര് രോഗം കണ്ടുപിടിക്കാൻ ഒരു എന്താ പറയാ ഇനി സമയമില്ല. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പറയുവാണ്, കൂടിപ്പോയാൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ്, അരമണിക്കൂറെ ഞാൻ ജീവിക്കുവോളം എന്റെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ അങ്ങനെ എനിക്ക് തോന്നല് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സമയത്ത് ഞാൻ കരയുന്നുണ്ട്. ആ സമയത്ത് വേറെ ആരോടൊന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ അമ്മച്ചീനെ, എന്റെ അപ്പച്ചനെ, വല്യമ്മച്ചിയെ, ഇവരെയൊക്കെ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ്: ദൈവമേ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഇത്ര വയസ്സുവരെ ദൈവം അവരെന്നെ വളർത്തുവാൻ ഇടയാക്കി, ദൈവം അവർക്ക് സഹിക്കുവാനുള്ള കൃപ കൊടുക്കണം. രണ്ടാമതായി അവരുടെ എന്നെ മനസ്സിനെ ഇടിക്കരുത്. പിന്നെ അപ്പൻ എന്നെ, എനിക്ക് വേദന സഹിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ മരിക്കുവാണെങ്കിൽ ഈ വേദന സഹിക്കാതെ, അതായത് വേദന അറിയാതെ മരിക്കുവാൻ എന്നെ സഹായിക്കണം. കാരണം എനിക്ക് കഠിനമായ വേദനയെ, കാരണം ഈ മുഖം കൂടുന്നതും എനിക്ക് മലേറിയ ആയിരുന്നു, സെർബർ മലേറിയ ആയിരുന്നു, കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ആ സമയത്ത് അതിൻ്റെതായ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഈ സമയത്ത് കരയുന്നുണ്ടെങ്കിൽ കണ്ണടച്ചിരിക്കുമ്പോൾ ആരോ ഇങ്ങനെ തൂക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇപ്പൊ ആ സമയത്ത് ഡോക്ടേഴ്സ് എന്താ എനിക്ക് സീരിയസ് ആണെന്ന് പറയാനിടയായി. എന്റെ മരുന്ന് പിന്നെ കയറ്റാൻ വന്നപ്പോ എനിക്ക് ബൾജ് ആവുകയാണ്, അപ്പൊ കേറുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു BP ഒട്ടുമില്ല, ബൾജ് ആയിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ മെയിൻ ഡോക്ടറെ വിളിക്കാനൊക്കെ പറയുന്നുണ്ട്. ഈ സമയം എനിക്ക് മനസ്സിലായി, അതായത് ലോകത്തിൽ നിൽക്കുന്ന ആരിലൂടെ എന്നെ സഹായിക്കാനോ എന്നെ വിടുവിക്കുവാനോ പറ്റത്തില്ല. കാരണം പിന്നെ അവരോട് സംസാരിക്കുവാനും എന്റെ അവസ്ഥയും ഇടുവാനും എനിക്ക് സാധിക്കുന്നില്ല. അപ്പം ജീവനുള്ള ദൈവത്തോട് മാത്രമേ എനിക്ക് അവിടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുവാൻ സാധ്യമുള്ളൂ. നമ്മുടെ ഹൃദയത്തെ അറിയുന്ന, നമ്മളെ മെനഞ്ഞ ദൈവത്തിന് നമ്മുടെ ഒരു ഞെരക്കം പോലും സ്വർഗത്തിലെ ദൈവത്തിന് അറിയാനിടയാവും. ഹല്ലേലൂയ. ഞാനപ്പോ ദൈവത്തോട്
പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ 91 സംഗീതം പ്രാർത്ഥിച്ച് ഇങ്ങനെ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്ക് മരിക്കുകയാണെങ്കിൽ എനിക്ക് വേദന അറിയരുത്, പക്ഷേ എനിക്കൊരു ആയുസ് നൽകി തന്നാല് ഞാൻ അപ്പന്റെ നാമ മഹത്വത്തിന് വേണ്ടി, അപ്പന്റെ വേലയ്ക്ക് വേണ്ടി എന്റെ ഈ ആയുസിനെ ഞാൻ ഉപയോഗിച്ചോളാം എന്ന ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുവാനിടയിൽ. ആ സമയത്ത് ഒരുപാട് ഞാൻ കരയുന്നുണ്ട്. എന്റെ മാതാവിനെ, എന്റെ കുടുംബത്തേക്ക് ഓർത്ത് കരയുന്നുണ്ടെങ്കിൽ പോലും ആ സമയത്ത് ആരും എനിക്ക് തുടച്ചു തരുന്നുണ്ട്. പക്ഷെ ഞാനൊന്നും അറിയുന്നില്ല എന്ന് അവര് പറയുമ്പോഴും, അല്ലെങ്കിൽ സാധ്യതയില്ലെന്ന് പറയുമ്പോഴും അവര് ആ കൂടെ നിൽക്കുന്നവരെ കരച്ചിലൊക്കെ കേൾക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായി എത്രമാത്രം ഇപ്പൊ ഞാൻ കേൾക്കുന്നുണ്ടെന്നൊന്നും അവർക്ക് അറിയത്തില്ല, എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് ഇതിന്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് മനുഷ്യൻ എത്രമാത്രം നമ്മുടെ കഴിവിലും നമ്മുടെ ആരോഗ്യത്തിലൊക്കെ ആശ്രയിച്ചാലും ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ ദൈവം നൽകിയ ഈ കൺവീലി പോലും ചലിപ്പിക്കുവാൻ സാധ്യമല്ല. കാരണം എന്റെ അനുഭവത്തിൽ നിന്നത് മനസ്സിലായത്. ഹല്ലേലൂയ. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ കണ്ണിന്റെ പീലി തൊട്ട് നമ്മളെ ഓരോ ചലനങ്ങളും ദൈവത്തിന്റെ മഹാകൃപയും മാത്രമാണ്. ഹല്ലേലൂയ. ഞാൻ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പിന്നെ ഞാൻ കാണുന്നത്, ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു കഥ പഠിക്കുവാൻ ഇടയായി. അതൊക്കെ ഞാൻ മറന്നുപോയൊരു കാര്യമാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ കാണുകയാണ് 23-ാം സങ്കീർത്തനം. ഒരു ആട്ടിടയ ബാലൻ മണ്ണിന്റെ അടിയിൽ അകപ്പെടുകയും ദൈവം അവനെ വിടിവിക്കുന്ന ഒരു ചരിത്രമാണത്. പക്ഷെ അതിന്റെ മുഴുവനും കംപ്ലീറ്റ് എനിക്ക് ഇന്നും അറിയത്തില്ല. ആ സമയത്ത് അത്ര ഞാൻ കാണുന്നില്ല. ഇവൻ അവിടുന്ന് രക്ഷിച്ച് മണ്ണിനടിയിൽ നിന്ന് എടുക്കുമ്പോൾ അവർ അന്നത്തെ കാലഘട്ടത്തില് ഓരോ സങ്കീർത്തനം പറയുമ്പോൾ ഓരോ കയ്യിൽ ഇങ്ങനെ മടക്കി അങ്ങനെ എന്തോ ഒരു രീതിയിലാണ് ആ കഥ. അപ്പം ആ മണ്ണിന്റെ അടിയിൽ നിന്ന് എടുക്കുമ്പോ അവൻ ആ മണ്ണിന്റെ അടിയിൽ അവന്റെ കൈ അതേപോലെ ഇങ്ങനെ ആയി എന്നൊരു കഥയാണ്. പക്ഷെ മൊത്തത്തോടെ ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ അതായത് 23-ാം സങ്കീർത്തനം ഈ കുഞ്ഞിനെ എടുക്കുന്നതും ആ മണ്ണിന്റെ അടിയിൽ നിന്ന് എടുക്കുന്ന സംഭവം അത്ര മാത്രം എനിക്ക് കാണാനിടയായി. ആ സങ്കീർത്തനത്തിലെ ഓർമ്മ വന്നു. പെട്ടെന്ന് ദൈവഹൃദയത്തിൽ എനിക്ക് ഞാൻ അറിയാതെ തന്നെ ഞാൻ ഈ സങ്കീർത്തനം ചൊല്ലുവാൻ തുടങ്ങി. യഹോവ എന്റെ ഇടയനാവുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകിയില്ല. പ്രൈസ് ദി ലോർഡ്. ആ സങ്കീർത്തനത്തിന് മുഴുവൻ സങ്കീർത്തനത്തിന്റെ വിടുതൽ എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോൾ എന്റെ ജീവിതത്തിൽ നിന്ന് ഈ നാളുകളിൽ എനിക്കറിയാം. പക്ഷെ ആ സമയങ്ങളില് വചനത്തിലുള്ള വിടുതൽ അല്ലെ വചനത്തിലുള്ള സംരക്ഷണം അത് എത്രമാത്രം ഉണ്ട് എന്ന് എനിക്കറിയത്തില്ല, മനസ്സിലാക്കാൻ എന്റെ ഇടയനാവും, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകൾ നടത്തുന്നു. ഹല്ലേലൂയ. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കൂരിഴ് താഴ്വരെ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾക്കാകെ നീ എനിക്ക് വിരുന്നു കൊടുക്കും. എന്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എന്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ സങ്കീർത്തനം എന്റെ ഹല്ലേലൂയ പ്രസന്റ് ഫ്യൂച്ചർ ഒക്കെയാന്ന് നമുക്ക് പറയാനിടയായി. കാരണം നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ ഇനി ദൈവം നമ്മളിലേക്ക് എന്താണ് ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമുക്ക് മനസ്സിലാകുവാൻ എനിക്ക് ഇടയാകുന്നു. ഈ അനുഭവത്തിലൂടെ തന്നെ ദൈവം എന്നെ കടത്തിക്കൊണ്ട് പോകുവാൻ സ്വർഗം ഹല്ലേലൂയ സഹായിച്ചു. ദുഷ്ടൻ എന്ത് പദ്ധതികൾ മനുഷ്യന്റെ കൂട്ടുപിടിച്ച് ഉണ്ടാക്കിയാൽ പോലും അവന്റെ ഒരു പദ്ധതികളും നടക്കിയില്ല. തന്റെ വചനം പറയുന്നു, തന്റെ വചനം അയച്ചു അവരെ സൗഖ്യമാക്കി, അവരെ കുഴികളിൽ നിന്ന് അവരെ തിരികെ കയറ്റിയെന്ന ഹല്ലേലൂയ വചനത്തിന്റെ ശക്തി. എന്റെ 23-ാം സങ്കീർത്തനം എന്റെ ഓർമ്മയിലോ എന്റെ ഇതിലോ ഒന്നും ഇല്ലാത്തതായിരുന്നു. പക്ഷെ ദൈവം അവിടെ കാണിപ്പാനിടയായി. ഈ വചനത്തെ അയച്ചാണ് എന്നെ ആ അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ പുറത്തു കൊണ്ടുവരാൻ ഇടയായത്. ഈ സങ്കീർത്തനം അവസാനം 3 പ്രാവശ്യം, കാരണം അന്ന് എനിക്കിങ്ങനെ റിപ്പീറ്റ് ചൊല്ലുവാനേ അറിയത്തുള്ളൂ. റിപ്പീറ്റ് ഞാൻ 23 കുഞ്ഞിലെ ചെറുപ്രായം തൊട്ട് എന്റെ അപ്പച്ചന് നിർബന്ധമായിരുന്നു സംഗീതങ്ങൾ പഠിക്കുക. അപ്പൊ 23-ാം സങ്കീർത്തനം 1-ാം സങ്കീർത്തനൊക്കെയാണ് എന്റെ ഓർമ്മ വെച്ച കാലത്ത് ആദ്യമൊക്കെ പഠിപ്പിച്ചത്. പിന്നെ ഓരോ കഥകൾ പഠിപ്പിക്കും, വാക്യങ്ങൾ പഠിപ്പിക്കും. അങ്ങനെയൊക്കെയാണ് എന്റെ അപ്പച്ചൻ എന്നെ ചെയ്തുകൊണ്ടിരുന്നത്, പഠിപ്പിച്ചുകൊണ്ടിരുന്ന രീതി. അപ്പൊ ഈ സങ്കീർത്തനം അതുകൊണ്ട് ബൈഹാർട്ടാണ്. ഇതിന്റെ കഥകൾ അറിയാം, ദാവീദിന്റെ സങ്കീർത്തനം അറിയാം. പക്ഷെ ഇതിലുള്ള വിടുതൽ എത്രമാത്രം ഉണ്ടെന്ന് എന്റെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ സ്വർഗ്ഗം എന്നെ ഇടയാക്കി. അല്ലെങ്കിൽ ഇത് ചൊല്ലിയതിനു ശേഷം ഇത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഒരു 3-ാമത്തെ പ്രാവശ്യമായപ്പോൾ ആ സമയത്ത് എന്റെ ഞാനൊന്നും അറിയില്ല, ബോധം അറിയാൻ ഇടയായി. അതിനുശേഷമാണ് അവിടുത്തെ മെയിൻ ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് പോയ ഡോക്ടറെ സ്വർഗത്തിലെ ദൈവം മടക്കി വരുത്തുവാൻ അവിടെ ഇടയാക്കി. ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ കൈയെല്ലാം മരുന്നിനോട് പ്രതികരിക്കുന്നില്ല, മരുന്ന് പ്രതികരിക്കുന്നില്ല, കയറാതെ ബൾജായിക്കൊണ്ട് പറഞ്ഞാൽ ഇനി ഒരു രക്ഷയില്ല, മരുന്ന് കയറ്റാൻ പറ്റത്തില്ല, ഇവിടെ BP ഫുൾ ഡൗൺ ആയി, ഇനി 1.5 മണിക്കൂറും കൂടി ഉള്ളൂ, നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റുന്ന എല്ലാവരെയും അറിയിച്ചോളാൻ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കൂടെ നിന്നവരൊക്കെയും വീട്ടിലേക്ക് മറ്റുള്ളവരെല്ലാം വിളിച്ചറിയിക്കാൻ ഇടയായി.
അടുത്തുള്ളവരെ എല്ലാം വിളിച്ചറിയിക്കാനിടയായി. എന്റെ മാതാവ് ഇതൊന്നും സത്യം പറഞ്ഞാൽ അറിയുന്ന ഒരു ബുധനാഴ്ച ദിവസമായിരുന്നത്. മാതാവ് ബുധനാഴ്ച പ്രാർത്ഥനയുണ്ട് പള്ളിയിൽ, അത് പോകാൻ വേണ്ടി ഒരുങ്ങി നിന്നപ്പോഴാണ് ഈ സംഭവങ്ങൾ അറിയുന്നത്. അപ്പം എനിക്കിങ്ങനെ പനി കൂടുതലാണ്, ഹോസ്പിറ്റലിലാണ്, ഇച്ചിരി സീരിയസ് ആണ് എന്നാണ് അമ്മ അറിയുന്നത്. അപ്പൊ ആ സമയത്ത് അമ്മയെ എത്രമാത്രം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതെന്ന് അറിയാൻ മേലാത്തത് കൊണ്ട് പൂർണ്ണമായിട്ട്, അതായത് നമ്മളൊരു ഭയം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്മാറിപ്പോകും, നമ്മുടെ സാഹചര്യത്തിലേക്ക് നമ്മൾ എപ്പോഴും ഒരു കണ്ണ് പോകും. പക്ഷെ പൂർണ്ണ ആശ്രയം ദൈവത്തിൽ വെച്ചത് കൊണ്ട്, ഒരു സംശയിക്കാൻ അവിടെ ഇടയാക്കാതെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് അമ്മ പറഞ്ഞു, ഇല്ല അവക്കൊന്നും പറ്റത്തില്ല, കർത്താവ് സൗഖ്യത്തോടെ വീട്ടിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പം അമ്മയുടെ വിശ്വാസവും രീതി വാക്കുകളൊക്കെ കണ്ടപ്പോൾ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി ആരും പറഞ്ഞില്ല. പിന്നെ അപ്പൊ തന്നെ അമ്മ, ഞങ്ങൾക്ക് അറിയാവുന്ന പാസ്റ്റേഴ്സ് ഉണ്ട്, ദൈവമക്കളുണ്ട്, അവരെയൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞു. ആ സമയത്ത് അവർ കാണുന്ന ഒരു ദർശനം എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അമ്മ ഒരു പെട്ടിയുടെ അകത്ത് എന്റെ അമ്മ എന്റെ ബോഡി മേടിക്കുന്നതായിട്ടാണ് വിളിച്ചെടുത്തും സഹോദരിമാരായാലും ദേവദാസന്മാരായാലും പറയാനിടയായത്. ഹാലേലുയ. ആ സമയത്ത് അവർ പറയാണ്, യേശുവിന്റെ രക്തത്താലും യേശുവിന്റെ നാമത്താലും ഹാലേലുയ ഈ അവസ്ഥയെ അവർ ബ്രേക്ക് ചെയ്യുകയാണ്. അവൾ മരിക്കയില്ല. അവർ അമ്മയോട് പറഞ്ഞു, അവൾ മരിക്കയില്ല, അവൾക്കൊരു ദോഷവും വരികയില്ല, അവൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതാണ്, അവൾ അതിനു വേണ്ടി സമർപ്പിക്കാൻ പറഞ്ഞു. എന്റെ മാതാവ് ആ സമയത്ത് സമർപ്പിക്കാൻ, ഞാനിവിടെ ദൈവസന്നിധി സമർപ്പിക്കാനിടയായ സമയത്ത് തന്നെ എന്റെ മാതാവിലൂടെ ദൈവം സംസാരിക്കാനിടയായി, ദേവദാസന്മാരിലൂടെ സംസാരിക്കാനിടയായി. അമ്മ ഇങ്ങനെ എന്നെ കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിച്ചു. അതിനുശേഷം ഡോക്ടർ വന്നു, പരിശോധിച്ചു, ബാക്കി എല്ലാവരോടും പറയാൻ പറഞ്ഞു. അപ്പം അപ്പുറത്ത് ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ കോളേജ്, വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. പക്ഷെ എത്ര കൊണ്ടുപോയാലും മരുന്ന് കയറാതെയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ അതൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ, കാരണം എനിക്ക് ചെയ്യാൻ ഒന്നും കഴിയത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞ അനുഭവം കേട്ടതാണ്, എനിക്ക് അറിയത്തില്ല. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്റെ ശരീരം BP കൂടുവാനിടയായി തീർന്നു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു, ഇവിടെ ശരീരത്തിൽ BP കൂടുന്നുണ്ട്, പക്ഷേ മരുന്ന് കൊടുക്കാൻ ഈ മരുന്നിനോട് പ്രതികരിക്കോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കാരണം കണ്ടീഷൻ ഇച്ചിരി സീരിയസ് ആയി നിൽക്കുന്നത് കൊണ്ട് മരുന്നിനോട് പ്രതികരിക്കോ, അഥവാ പ്രതികരിച്ച് ഇവളെ രക്ഷപ്പെട്ടു വന്നാൽ പോലും ഇവളെ കൊണ്ട് ഒരു ഉപയോഗത്തിലും പറ്റത്തില്ല. കാരണം അത്രമാത്രം ഇവിടെ ബോഡി വീക്ക് ആകുകയും ഇനി പല രോഗങ്ങളാലും ഇവൾ പിടിക്കപ്പെടുവാനും ഇടയാകും എന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു, കൂടെ നിന്നവരൊക്കെയും പറഞ്ഞു, സാരമില്ല ഡോക്ടറെ, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാനിടയായി. അങ്ങനെ പ്രൈസ് ദി ലോർഡ്. ആന്റി ഒരു മിനിറ്റ്, എനിക്ക് കട്ടായി പോകുന്ന പോലെ. ഇല്ല കുഴപ്പമില്ല ചെയ്തു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്നെ കാണാമോ ആന്റി? കാണാം. കുഴപ്പമില്ല. കണ്ടിന്യൂ ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഡോക്ടർ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. ദൈവത്തിന്റെ കൃപയാല് ആ മരുന്നിനോട് എന്റെ ശരീരം പ്രതികരിക്കാൻ തുടങ്ങി. ആദ്യം എന്റെ മുഖം മുഴുവനും കോടിപ്പോയിരിക്കുമായിരുന്നു. രണ്ടാമത്തെ എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ എന്നിലുള്ള ഒരു അവസ്ഥ എന്ന് വെച്ചാൽ എനിക്ക് ആരെയും അറിയത്തില്ല. കാരണം എനിക്ക് അവസാനം ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് വന്നതിന്റെ റിസൾട്ട് വന്നെന്ന് വെച്ചാൽ എനിക്ക് മലേറിയ കൂടി എന്റെ ലിവറില് കംപ്ലീറ്റ് അത് ബാധിച്ചു, അത് തലച്ചോറിലേക്കും ബാധിച്ചു. എനിക്ക് സെറിബർ മലേറിയ എന്നൊരു അവസ്ഥയിലേക്കാണ് കടന്നുപോയത്. ഹല്ലേലൂയ. ആ സമയത്ത് പിന്നെ എനിക്ക് ആരെയും മനസ്സിലാകത്തില്ലായിരുന്നു. ഞാൻ റിക്കവർ ആയി വന്നതിന് ശേഷം ഞാൻ വായിൽ വരുന്ന ചീത്തയെല്ലാം വിളിച്ചു പറയുക, പരസ്പര ബന്ധമില്ല സംസാരിക്കുക, എന്റെ അമ്മയാന്ന് പറഞ്ഞ് മറ്റുള്ള സുഹൃത്തുക്കളോട് സംസാരിക്കുക, ഡോക്ടേഴ്സിനോട് ഒച്ച വെക്കുക, അങ്ങനത്തെ ഒരു പ്രകൃതമായിരുന്നു എനിക്ക്. അപ്പം ഡോക്ടർമാര് ആ വിധി എഴുതിയ സ്ഥാനത്ത് നിന്നും ഹല്ലേലൂയ, എന്റെ ദൈവം ഹല്ലേലൂയ, നമ്മുടെ ശരീരത്തിലെ ഞാൻ എന്റെ അനുഭവത്തിലുള്ള പലരോടും പറഞ്ഞപ്പോഴും എന്റെ വീട്ടിൽ തന്നെയുള്ള എന്റെ സഹോദരങ്ങൾ ചിലരെന്നോട് പറ, ആ സമയത്ത് വിശ്വാസം എങ്കിൽ പോലും ഇപ്പോൾ അതിന്നൊക്കെ മാറിപ്പോയി. പക്ഷെ അവരെന്നോട് പറയുന്നത് അതിനൊക്കെ ഒരു മിറക്കിൾ എന്നേ പറയാവുള്ളൂ, ദൈവം വിടുവിച്ചതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്റെ സഹോദരങ്ങളെ എനിക്ക് എന്റെ ജീവിതത്തിൽ പറയാനിടയായത്, ഈ മരുന്നിലൂടെ പ്രതികരിക്കത്തില്ല അല്ലെങ്കിൽ മരുന്നിലൂടെ അവര് റെസ്പോണ്ട് ചെയ്യത്തില്ല എന്നൊരു ന്യൂസ് കേൾക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അതിലൂടെ കടന്നുപോയൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ അവിടെ കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് അതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കാരണം ലോകപരമായുള്ള മെഡിസിൻസ് നമ്മുടെ ഉള്ളിലേക്ക് കയറിയാൽ അത് പ്രവർത്തിപ്പിക്കണമെങ്കിലും അത് പിടിക്കണോ, അത് നമ്മൾക്ക് അനുകൂലമാക്കുന്നെങ്കിൽ വരെയും ദൈവത്തിന്റെ കൃപ വേണം. ശത്രു ആ മണ്ഡലങ്ങൾ തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് ആ മരുന്നിനോട് പ്രതികരിക്കാൻ സാധ്യമല്ല. രണ്ടാമത്തെ കാര്യം, ഈ മരുന്നുകളെല്ലാം കയറിപ്പോണേ നമുക്ക് BP, നമ്മുടെ ശരീരത്തിൽ വേണ്ട പ്രഷറും എല്ലാം, അതായത് ഞരമ്പിലൂടെ കയറി പോകാനുള്ള എല്ലാം നമ്മുടെ ശരീരത്തിൽ വേണ്ടതെല്ലാം ആവശ്യമുണ്ട്. അപ്പൊ ഇതെല്ലാം ഇല്ലാതെ
പൾസ് ഇല്ലാതെ അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എത്രമാത്രം നമ്മൾ മരുന്നുകൾ കയറ്റിയാൽ അതിന് പ്രതികരിക്കത്തില്ല. ഒന്നാമത്തെ കാര്യം പ്രതികരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, രണ്ടാമത്തെ കാര്യം അത് മരണത്തിലേക്കായിരിക്കും നമ്മളെ നയിക്കുന്നത്. അത് അപ്പോ ചിലപ്പോൾ ചിലർ അറിവില്ലായ്മ, ചിലവർ പറയും ഞങ്ങൾ മരുന്ന് കഴിച്ച് സൗഖ്യമാക്കിയെന്ന്. എനിക്ക് ആ സഹോദരങ്ങളോട് പറയാനുള്ളത്, നമ്മൾ മരുന്ന് കഴിച്ച് സൗഖ്യമാക്കാൻ ദൈവം മതിയായവനാ, പക്ഷേ അതിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ഇല്ലെങ്കിൽ ആ മരുന്നുകൾ നമ്മുടെ ശരീരം പ്രതികരിക്കത്തില്ല. സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ. എന്റെ ശരീരം അങ്ങനെ പ്രതികരിക്കുവാൻ ഇടയായി. ഡോക്ടേഴ്സ് പറഞ്ഞത് ഇത് മിറക്കിളാണ്. പക്ഷെ ഇവള് ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിൽ ഇവിടേക്ക് ഇങ്ങനെ കുറെ ഇപ്പൊ കാണിക്കുന്ന സിംറ്റംസ് ഒക്കെ ഉള്ളത് ഇത്രമാത്രം റിക്കവർ ആവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആദ്യം എന്റെ കർത്താവ് ചെയ്തത്, എന്റെ മുഖം കൂടിയതായിരുന്നു ആദ്യം ഞാൻ റിക്കവർ ആയി വന്നത്. രണ്ടാമത് ഞാൻ നോർമൽ ആകാനിടയായി, നോർമൽ രീതിയിൽ മറ്റുള്ളവർ മനസ്സിലാക്കുവാനും സംസാരിക്കാനും ദൈവം ഇടയാക്കി. മൂന്നാമത് ഞാൻ നന്നായി നടക്കുവാൻ ദൈവം എനിക്ക് ഇട ചെയ്തു. പക്ഷെ പെട്ടെന്നുള്ള റിക്കവർ ആയത് എനിക്ക് വന്നുകൊണ്ടുണ്ട്. റിക്കവർ ആയി ഞാൻ വീട്ടിലേക്ക് വരുമ്പോഴും എനിക്ക് റെസ്റ്റ് പറഞ്ഞേക്കാണ് 1 മാസം. അതിന് എഴുതി തന്നപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇനിയുള്ള പിന്നെ നന്നായി വാ വിളിക്കാൻ പാടില്ല, കാരണം 5 വർഷത്തേക്ക് കാരണം മൊത്തം മാറിപ്പോയത് കൊണ്ട് ഒരുപക്ഷെ ചിലപ്പോ ഇങ്ങനെ കോടിയിരിക്കുന്നത് പോലെ ആയിപ്പോകും. അതുകൊണ്ട് വായിക്കോട്ടൊക്കെ വിടുമ്പോൾ സൂക്ഷിച്ചേ വിടാവുള്ളൂ. അതുപോലെ തന്നെ പെട്ടെന്ന് അസുഖങ്ങൾ ഉണ്ടാവും. പിന്നെ എല്ലാവരെ പോലെയും അങ്ങനെ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകത്തില്ല. അങ്ങനെ കുറെ ഒത്തിരി കാര്യങ്ങളെല്ലാം പറഞ്ഞാണ് എന്നെ വിട്ടത്. ഈ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ്, റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞാനൊരു എന്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരുവാൻ ദൈവം ഇടയാക്കി. ഭവനത്തിൽ വന്നതിന് ശേഷം അത് ഈ രോഗമായതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് പൂർണ്ണമായതൊന്നും മാറ്റിയത് കൊണ്ടും പഞ്ചായത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റു ആരോഗ്യ പ്രവർത്തകരൊക്കെ വീട്ടിൽ വരികയും അവര് പിന്നെ അവർക്ക് വേണ്ടതെന്ന് വെച്ചാല് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള നമുക്ക് റിപ്പോർട്ട് വേണമെന്ന് പറയാനിടയായി. അങ്ങനെ ഞാൻ പിന്നെ ഒരാഴ്ചയോളം കൂട്ടി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആകാൻ ഇടയായി. പക്ഷെ അവിടെ വെച്ച് എനിക്ക് പനി വാർഡിലാണ് എന്നെ ആക്കിയത് ഇവർക്ക് റിപ്പോർട്ട്. അപ്പൊ ഇവര് ഈ മെഡിസിൻ കണ്ടപ്പോൾ തന്നെ അവർ ചോദിച്ചു, ഇതൊക്കെ എന്ത് മെഡിസിനാ, ഇത്രയും മെഡിസിൻ ഇയാളുടെ ശരീരത്തിൽ കയറ്റിയതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതെ. പക്ഷെ ആ ഒരു രീതിയിലുള്ളത് പോലെ അല്ല ഞാൻ നിൽക്കുന്നത്. അത്രമാത്രം ദൈവം എന്നെ ബെറ്റർ ആക്കിയായിരുന്നു ആ ക്ഷീണത്തിന്റെ അവസ്ഥയിൽ പോലും. അവർക്ക് മുഖം വിശ്വസിക്കും, കാരണം എന്റെ മുഖത്തിന് പോലും ഒരു മാറ്റമില്ല. അത്രമാത്രം ദൈവം എന്നെ സൗഖ്യമാക്കിയ ദൈവം എന്നെ അയച്ചത്. ഹല്ലേലൂയ. ആ റിസൾട്ട് ഇനി വേണ്ടി ഒരാഴ്ചയുടെ ഇടയ്ക്ക് അവിടെ വെച്ച് എനിക്ക് ഒരു പനി പിടിക്കാനിടയായി. പിന്നെ കണ്ടിന്യൂ ആയിട്ട് എനിക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറയും, ഓക്സിജൻ കുറയുന്ന ഒരു അവസ്ഥയിലേക്ക് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി. പക്ഷെ ഞാൻ ഈ സാഹചര്യത്തിലൂടെ ഒക്കെ പോയ സമയത്ത് തന്നെയും കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും ഇനി കർത്താവിന് വേണ്ടി ജീവിക്കുവാനും തീരുമാനം എടുത്തെങ്കിൽ കൂടി എനിക്ക് ഞാൻ നിൽക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് എനിക്ക് മാറാനോ അതൊന്നും എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം എന്റെ ചിന്ത എന്ന് വെച്ചാൽ എല്ലാവരും ഒരേ ബൈബിൾ ഉപയോഗിക്കുന്ന ഒരു കർത്താവിനോടാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. പിന്നെ പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അല്ലെങ്കിൽ പോയ ഇടങ്ങളിലൊക്കെ ഉള്ളവർ അവരെന്ന് വെച്ചാൽ എന്തോ ഒരു ഭാഷ പറയുന്ന, അതല്ലാതെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തെല്ലാം വന്നാലും ഞാൻ സഭ അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ഒരു ഇതിൽ നിന്ന് വിട്ടു, അല്ലെങ്കിൽ എന്റെ വിശ്വാസ രീതിയിൽ നിന്ന് വിട്ടു പോവുകയില്ല. അങ്ങനത്തെ ഒരു തീരുമാനമൊക്കെ ആയിരുന്നു. പക്ഷെ കർത്താവ് നമ്മളെ നിൽക്കുന്നെന്ന് പറഞ്ഞാൽ CSI വിശ്വാസത്തിൽ നിന്നല്ലയോ? വിശ്വാസത്തിൽ നിന്ന്, അതിൽ നിന്ന് കാരണം ഞാൻ യൂത്തിലൊക്കെ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, VBS പഠിപ്പിക്കുന്നു അങ്ങനെ. അപ്പം ഇതിന്റെ കൂടെ ഞാൻ പറയട്ടെ ആന്റി, ഞാൻ VBS എന്റെ കൂടെ ഒരു ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നൊരു സാറുണ്ടായിരുന്നു. ആ സാറിന്റെ മകന് ലിവറിന് അസുഖം വന്നു, അവസാനം മരിക്കുമെന്ന്, സീരിയസ് ഇനി കുറച്ചാളും കൂടി ജീവിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അവൻ ഭയങ്കരമായിട്ട് നന്നായി തീർത്തു. കുഞ്ഞിനെ കാണാൻ നമുക്ക് പേടിയാവും. ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാൻ ഇടയായി. അവൻ എപ്പോഴും എല്ലാവരോടും ചിരിച്ചോണ്ട് പെരുമാറുന്ന ഒരു കുഞ്ഞായിരുന്നു. അപ്പം എല്ലാവർക്കും ഭയങ്കര വിഷമം, കാരണം എന്ത് ആ രോഗാവസ്ഥയിൽ അവൻ ചിരിച്ചോണ്ട് പെരുമാറും. അപ്പൊ അങ്ങനെ രക്ഷപ്പെടത്തില്ല എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടു വീട്ടിലേക്ക്. ആ സമയത്താണ് അവരൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയിലേക്ക് പോവാനും അവിടെ വെച്ച് കർത്താവ് അവരെ സൗഖ്യമാകുവാനും ഇടയായി. അങ്ങനെ എന്നെ ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ സാറും ഈ കുടുംബവും വിശ്വാസത്തിലേക്ക് മാറാനിടയായി. പക്ഷെ അതൊക്കെ ഞങ്ങൾ ഇത്രത്തോളം എല്ലാവരും പ്രാർത്ഥിച്ചു. ഇത്രയും നേരം വിടുവിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇവർ അങ്ങനെ പോയത്, അവർക്ക് അങ്ങനെ പോകാൻ കൊള്ളാവൂ, അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു എനിക്ക് അവനോടും കുടുംബത്തോടും. പക്ഷെ ആ സമയങ്ങളില് ഞാൻ ഈ ഡൽഹിയിലൊക്കെ പോകുന്നതിന് മുമ്പാണ് അവൻ എനിക്കൊരു പുസ്തകം വായിക്കാൻ തന്നു അവരുടെ വീട്ടിൽ നിന്ന്. അതാണ് മറ്റേ PG അങ്കിളിന്റെ അത്ഭുതങ്ങളുടെ താക്കോൽ എന്ന് പറയുന്ന ഒരു പുസ്തകമായിരുന്നു. അപ്പം പണ്ട് തൊട്ട് എനിക്ക് ഈ എന്താ പറയാ വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഇത് ഇങ്ങനെ ഇനി സംഭവിക്കൂ, ഇപ്പോഴും ഉണ്ടോ, അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ ഈ അത്ഭുതങ്ങളുടെ താക്കോൽ വായിക്കും തോറും എനിക്ക്
യേശുവിനുള്ള വിശ്വാസം വർദ്ധിച്ചു. ഈ ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്ന ദൈവമാണ്, കർത്താവിന് എന്തും ചെയ്യുവാൻ കഴിയും. അങ്ങനെയൊക്കെയും ആ പുസ്തകം വായനയിലൂടെ കർത്താവുമായിട്ട് നന്നായിട്ട് അടുക്കുവാനും ചില എന്താ പറയാ നമ്മുടെ ആരാധന രീതിയിലുള്ള ചില പ്രവർത്തികളിൽ നിന്നൊക്കെയും ബാക്കി വെക്കാനൊക്കെയും എനിക്ക് എന്താ പറയാ ആ പുസ്തകത്തെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അത് വായിച്ചതിന് ശേഷം ഞാൻ അവനോട് സംസാരിക്കാൻ ഇടയായി. അപ്പൊ ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട്. എല്ലാം നല്ലതാ, വിശ്വാസം നല്ലതാ, ചേച്ചി പുറമേ നോക്കുമ്പോൾ നിപ്പ് നല്ലതാ, പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചേച്ചി കർത്താവ് സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുവെങ്കിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുക എന്ന. അപ്പൊ ചേച്ചി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മുഴുവൻ സ്നാനം ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ എനിക്കെന്തോ പെട്ടെന്ന് അവനോട് ദേഷ്യം തോന്നി. അപ്പൊ കുറച്ച് പേരിന്റെ അടുത്തുള്ള വേറെ സമുദായത്തിൽപ്പെട്ട കുറെ സഹോദരങ്ങൾ, മുതിർന്നവരൊക്കെ അവിടെ നിൽപ്പുണ്ട്. പക്ഷെ ഇവൻ ചെറിയ പ്രായമെങ്കിൽ പോലും ചിരിച്ചുകൊണ്ട് എങ്ങനെയാ പറയുന്നത്, ചേച്ചി അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യം വന്നു അവനോട്. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്ന് സ്നാനപ്പെട്ടതാണ്, രണ്ടാമതൊരു സ്നാനം ബൈബിളിൽ പറഞ്ഞിട്ടില്ല. എന്നാലും ഉടനെ കുഞ്ഞെന്നോട് ചോദിച്ചു, ചേച്ചി തോട്ടിലല്ലേ നേരത്തെ കുളിക്കാൻ പോയിക്കൊണ്ടിരുന്നത്, തോട്ടിൽ കുളിക്കാൻ പോകുമ്പോൾ ചേച്ചി കരയിൽ നിന്ന് കുളിക്കുവോ അതോ വെള്ളത്തിലിറങ്ങി കുളിക്കുവോ എന്ന് വെച്ചാൽ. അപ്പൊ ഉടനെ പെട്ടെന്ന് എനിക്ക് ഇവനെ അവൻ പറഞ്ഞ വാക്കിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, എനിക്ക് വയ്യാത്തത്, എനിക്ക് ശ്വാസം മുട്ടലെടുത്ത് തുമ്മലൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാം, അല്ലെങ്കിൽ കുളിക്കാൻ തോന്നുമ്പോൾ ഞാൻ ബക്കറ്റിലെ വെള്ളം എടുത്തിട്ട് തലവഴി ഒഴിക്കുകയോ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞപ്പം പിന്നെ അവനോട് എന്തൊക്കെയോ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ തിരിച്ചു പറഞ്ഞു. പക്ഷെ ഈ കുഞ്ഞ് അപ്പോഴും എന്താ പറയാ തിരിച്ചാണ്, പക്ഷെ നന്നായിട്ട് വിഷമമുണ്ട്. കാരണം എല്ലാവരും അവനെ പരിഹസിക്കുന്നു. അപ്പൊ എനിക്ക് എന്തോ ഇവനോട്, ഈ കുഞ്ഞിനോട് ഇങ്ങനെ മറുപടി പറയുമ്പോൾ ഞാൻ എന്തോ ജയിച്ചടക്കി, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം എനിക്ക് നേടി. ഇതെല്ലാം വിട്ടുപോയ ഒരു വ്യക്തിയോട് ഇത്രയെങ്കിലും എനിക്ക് പറയാൻ പറ്റുമല്ലോ കേട്ടോ. ആ വ്യക്തി എന്നോട് വന്ന് ഇനിയും വേറൊരു ഉപദേശം പറയുമ്പോൾ എനിക്ക് ആ കുഞ്ഞായാൽ പോലും അവൻ കുഞ്ഞാണോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല. ശരിക്കും പെട്ടെന്ന് അവനോടുള്ള ദേഷ്യവും ഒരു വല്ലായ്മ, ഒരു കയ്പിന്റെ അനുഭവം എനിക്ക് അവിടെ വന്നത്. അപ്പൊ പെട്ടെന്ന് ആ കുഞ്ഞ് നടന്നു പോകാനിടയിൽ പെണ്ണോട് അടുത്ത് നാൾ പറഞ്ഞു, നന്നായി പോയി, ഇങ്ങനെ വേണം ഇങ്ങനെയുള്ളവരോട് മറുപടി പറയാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്താ ഭയങ്കര സന്തോഷമായി. പക്ഷെ ഞാൻ വീട്ടിൽ രാത്രി വന്നതിന് ശേഷം പക്ഷെ ഇവന്റെ മുഖം എനിക്ക് എപ്പോഴും ഓർമ്മയിൽ വന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര പിന്നീട് എനിക്കത് വേദനയിൽ ആകാൻ തുടങ്ങി. പക്ഷെ പിറ്റേ ദിവസം എന്നെ കാണുന്നത് നന്നായി ചിരിച്ചു കാണിക്കുന്നു. അപ്പൊ എനിക്ക് ഈ ഒരു വാക്ക്, ഇവനോട് ഇങ്ങനെ പരിഹസിച്ചത് ഒരു വാക്ക്, അത് തെറ്റാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ സനു എന്നാണ് മോന്റെ പേര്, അവൻ പറഞ്ഞ ആ വാക്കിനെ എനിക്ക് അംഗീകരിക്കാൻ ഇടയായില്ല. പക്ഷേ എന്റെ കർത്താവ് ആ കുഞ്ഞിലൂടെ ദൈവം അന്ന് എന്നോട് ഇടപെട്ടതാ. ഹല്ലേലൂയ. പിന്നീടുള്ള എന്റെ ജീവിതത്തിൽ അവൻ പറഞ്ഞതുപോലെ കർത്താവിനെ രക്ഷിതാവായി ഞാൻ CS നിന്നപ്പോൾ സ്വീകരിച്ചു. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ നിന്ന സമയങ്ങളിലൊക്കെയും കൺവെൻഷൻ സമയങ്ങളിലൊക്കെയും ഏറ്റവും കൂടുതൽ വരുന്നത് വെളിയിലുള്ള ദേവദാസന്മാരെയായിരിക്കും വിളിക്കുന്നത്. ആ സമയങ്ങളൊക്കെ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് കർത്താവ് സുന്ദരക്ഷിതാവായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ എഴുന്നേപ്പിച്ച് പറയുമ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം കൺവെൻഷൻ വരുമ്പോൾ ഇങ്ങനെ പറയും. നമുക്ക് അതിനോട് ഭയങ്കര എന്താ പറയാ, യേശുവിന് ഭയങ്കര ജീവനാണ്. പക്ഷേ അത് പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ വചനാടിസ്ഥാനങ്ങളിലേക്ക് വരുവാൻ നമുക്കൊരിക്കലും നമ്മൾ നോക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ നമ്മൾ എത്ര വചനം വായിച്ചാലും ദൈവം കൃപ ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ ആഴം മനസ്സിലാക്കുക. നമ്മുടെ കണ്ണിനെ, അതായത് പൗലോസിന്റെ കണ്ണിലെ ചെതുമ്പല് പോയെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആ കണ്ണില് ഹൃദയ കണ്ണിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെതുമ്പല് പോകണമെങ്കിൽ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ, ദൈവം നമ്മളെ സഹായിച്ചെങ്കിലേ, നമ്മുടെ ഹൃദയത്തെ തുറന്നെങ്കിൽ മാത്രമേ ഇടയാവുള്ളൂ. സ്തോത്രം. കാണാമല്ലോ അല്ലെ? സ്തോത്രം, സ്തോത്രം. അതിനുശേഷം ഞാനിവിടെ വന്നതിന് ശേഷം ഞാനിങ്ങനെ വേർപെട്ട ആരാധനയ്ക്കൊക്കെ പോകാനിടയായത് രഹസ്യമായിട്ടാണ്. അതായത് ആ സമയത്ത് വന്നതിന് ശേഷം വീട്ടില് 3 ദിവസം ഒരു പ്രയർ നടത്താൻ ഇടയായി. പിന്നെ വേറെ ദേവദാസിമാരും വികാസന്മാരൊക്കെ വന്ന് പ്രാർത്ഥിക്കാനിടയായി. അതൊക്കെയും വലിയ വിഷയങ്ങൾ ഞാൻ എന്റെ കുടുംബത്തിനും സഭയില് വേറെ രീതിയിലൊക്കെ പറയും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഇടയായിട്ടുണ്ട്. കാരണം എല്ലാ വർഷവും കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ അല്ലെങ്കിൽ അവര് ഇന്ന് അതിന്റെ വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. കാരണം ചിലതിനേക്കും സ്വർഗം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി എഴുന്നേൽപ്പിട്ട് പ്രാർത്ഥിക്കുന്നത് അവര്. അപ്പൊ ആ സമയത്തിൽ ഞാൻ ആ പോകുന്നതിന് മുമ്പുള്ള സമയത്തിലാണ് മനോമോഹൻ, കർത്താവിദാസൻ മനോമോഹൻ, അതായത് ഹോപ്പിൻ ജീസസ് എന്ന് പറഞ്ഞ ഒരു മിനിസ്ട്രിയിലെ ദേവദാസനാണ്. ദേവദാസൻ ഇങ്ങനെ സംസാരിക്കുക, അതായത് ആ ഗ്രാമങ്ങൾ, അതായത് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ കർത്താവിന്റെ വിടുതല്, കർത്താവ് ചെയ്തതെല്ലാം പറയാനിടയായി. സൗഖ്യമായ കാര്യങ്ങള്, അതായത് നടക്കാൻ വരാത്ത രോഗികളെ പ്രാർത്ഥന
പ്രസംഗത്തിലൂടെ കേട്ടാൻ വേണ്ടി വിശ്വാസം വർദ്ധിച്ചു. അപ്പം പിന്നീട്, കാരണം അത് നമ്മുടെ ഇടയിൽ കാണുവാനില്ലെങ്കിൽ പോലും കർത്താവ് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന, സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇന്നും ജീവിക്കുന്ന ദൈവത്തെ നമ്മൾ ആശ്രയിക്കുന്നത് ഇത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് ആ ഒരു മീറ്റിങ്ങിലൂടെ എനിക്ക് അറിയാനിടയായി. അപ്പൊ ആ സമയത്ത് പറയുന്നത്, അന്നും അധിവാസന എല്ലാരും പറയുന്ന പോലെ പറയുന്നത്, ഇതിൽ കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിക്കാൻ താല്പര്യമുള്ളവര് ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിക്കാൻ സത്യത്തിലും ആത്മാവിൽ അതെടുത്ത ഒരു പറയുന്നുണ്ട്. നമ്മൾക്കത് അതിന്റെ ഇന്നറിയാമെന്ന് അറിയില്ല. അങ്ങനെയുള്ള താല്പര്യമുള്ളവർ എഴുന്നേറ്റ് നിൽക്കാൻ പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. കർത്താവെ അങ്ങനെയുള്ളതിനെ ദൈവം പുറത്തുകൊണ്ട് കിടന്ന് പ്രാർത്ഥിക്കുന്നത്, നാം നിങ്ങൾ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. പക്ഷെ എല്ലാ കൺവെൻഷൻ കഴിയുമ്പോൾ ഇങ്ങനെ ഓരോരുത്തര് കർത്താവിനെ അറിയാൻ നിവേടയാക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രാർത്ഥനയുടെ ശക്തി അതാണ്. അപ്പം ആ കൺവെൻഷനിലും അങ്ങനെ പ്രാർത്ഥിക്കാൻ ഇടയായി. അതിലൂടെയാണ് പിന്നീട് റെജി എന്ന് പറഞ്ഞൊരു ദേവദാസം വന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെയുള്ള ഓരോ മീറ്റിങ്ങിലൂടെയും ദൈവത്തിന്റെ സ്ഥലം സമർപ്പിക്കപ്പെടുകയും കർത്താവ് അപ്പം ഈ സമയങ്ങളിൽ സഭകളിൽ പക്ഷെ അവർക്ക് അത്രമാത്രം അവർ പ്രാർത്ഥിക്കുന്നതിന്റെ ആഴം അറിഞ്ഞുകൂടല്ലോ. അപ്പൊ പറഞ്ഞ് കർത്താവിൽ ഹിതമല്ലാത്തതൊക്കെയും ഓരോ വർഷം. അപ്പൊ ഞാൻ അന്ന് ഇങ്ങനെ പ്രാർത്ഥന വെച്ചുകൊണ്ട് എല്ലാം കർത്താവിൽ നിന്ന് പുറത്താവും. അപ്പോഴും ഞാൻ ഇങ്ങനെ പ്രസംഗത്തിലൂടെ ഞായറാഴ്ച ഇങ്ങനെ പറയുമ്പോഴും ഞാൻ പറഞ്ഞില്ല, അത് കർത്താവിന്റെ ഹിതമില്ലാത്തവരൊക്കെയാണ് പോകുന്നത്. ഞാൻ കർത്താവിന്റെ ഹിതത്തിലുള്ള വ്യക്തി ആയതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവർ പറയുന്ന രീതിയിലും മറ്റുള്ളതൊന്നും വിട്ടുപോകാൻ ഒരിക്കലും ഇടയാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഉറച്ച തീരുമാനത്തിൽ അവിടെ ഇരുന്ന് ശക്തമായി പ്രാർത്ഥിക്കുക. പക്ഷെ പറയുന്നത് കർത്താവെ ആത്മാവിൽ സത്യത്തിൽ തന്നെ ഞാൻ ആരാധിക്കും. പക്ഷെ ഈ പറയുന്നത് തന്നെയുണ്ട്, ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കണമെങ്കിൽ കർത്താവിന്റെ വചനപ്രകാരം കർത്താവ് പറഞ്ഞത് അനുസരിക്കണം. പക്ഷെ അതിലേക്ക് എനിക്ക് വരാൻ ഒരിക്കലും ഒരാഗ്രഹവുമില്ല. രണ്ടാമത് എനിക്ക് സ്നാനം, അതായത് വിടുതൽ എനിക്ക് ആവശ്യമാണ്, കർത്താവ് ചെയ്തതെങ്കിൽ പോലും മോൻ പറഞ്ഞപ്പോ തൊട്ടുള്ള എനിക്ക് ദേഷ്യമുള്ള ഒരു കാര്യമാണ്, ഇവരുടെയൊക്കെ കൂട്ടായ്മയിൽ പോയി കഴിഞ്ഞാൽ സ്നാനപ്പെടണം. ഞാൻ ഒന്ന് സ്നാനപ്പെട്ടത്. അപ്പം എനിക്ക് ആ സമയത്ത് നമ്മുടെ കർത്തൃമേശ സമയം നമ്മുടെ ഒരു 15 വയസ്സൊക്കെ ആകുന്ന എടുക്കുന്നതിന് മുന്നേ ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ എനിക്ക് ഈ പണ്ട് തൊട്ട് ഒരേ ഈ പ്രസംഗങ്ങളൊക്കെ കേട്ടുന്ന ആളായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഡൗട്ട് ഉള്ള ഒരാളായതുകൊണ്ട് എപ്പോഴും ഞാൻ ഞങ്ങളുടെ ഉപദേശിക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരാളാണ്. ഉപദേശിക്കുക സാറേ ഇതെന്താ ഇങ്ങനെ, അവരെന്നോട് ഈ ഉത്തരം പറഞ്ഞു മടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഇതൊരു സമയത്താണ് ഞാൻ ചോദിച്ചത്, ഈ നമ്മള് എന്തായാലും ഈ ഒരു ഇതിലേക്ക് പോവുമല്ലേ, അപ്പൊ അതിനു മുമ്പ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ സ്നാനപ്പെടുന്നത്, അതായത് സ്നാനം എന്ന് പറയുന്നത് അത് എന്താണത്? അപ്പൊ അതെല്ലാം ചിലവർ ഈ പെന്തക്കോസ്ത് വിഭാഗത്തിൽ പെടുന്നവരും അല്ലെങ്കിൽ നമ്മുടെ അതിൽ പെടാത്തവരൊക്കെ ഇങ്ങനെ പോയി മുങ്ങി സ്നാനപ്പെടുന്നത് കൊണ്ട് എന്തിനാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു തന്നെന്ന് വെച്ചാൽ സ്നാനം എന്ന് പറഞ്ഞാല് ഒഴിക്കുക, തളിക്കുക, അങ്ങനെ കുറെ ഒരു ഗ്രീക്ക് പേരുന്ന പറഞ്ഞു. അതപ്പം ഞാൻ പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ടെന്ന് പറയാനിടയായല്ലോ. അപ്പൊ അന്നേരം എന്നോട് അദ്ദേഹം പറയാനിടയായി തീർന്നു, വെള്ളം അതായത് ആ സമയത്ത് ഇങ്ങനെ കോടി എടുക്കാനുള്ള ഇതൊന്നുമല്ല, അപ്പൊ നദികളൊക്കെ ഉള്ളൂ. അപ്പം ആ കാലഘട്ടത്തിലെല്ലാം ആൾക്കാരെല്ലാം നദികളിൽ വന്ന് സ്നാനപ്പെടുത്തുന്നു. അപ്പൊ ഞാൻ ശരിയായിരിക്കുമെന്ന്. പിന്നീടാണ് പിന്നെ ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞ് വേടിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴും എനിക്ക് ചിന്ത വന്നേടാ, ജ്ഞാനസ്നാനം എന്ന് വെച്ചാൽ അതിൽ തന്നെ ഉണ്ട് ശരി, ജ്ഞാനം പ്രസ്നാനം, ജ്ഞാനം പ്രാപിച്ചു. അപ്പൊ ഞാൻ ഇപ്പൊ സ്നാനത്തെ പറ്റിയുള്ള ഒരു സംശയമായിരുന്നു എനിക്കിങ്ങനെ കടന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്തില് പിന്നീട് ഞാൻ സൗഖ്യങ്ങളൊക്കെ ആയി വീട്ടിൽ വന്നതിന് ശേഷം ഈ കുഞ്ഞിനോട് പറഞ്ഞത് എപ്പോഴും എന്റെ മനസ്സിലിരിപ്പുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും ബൈബിൾ വായിക്കാൻ ഇടയായപ്പം സ്നാനമോ ഇപ്പോൾ അഴുക്ക് കളയുന്നതല്ല, ജഡത്തിന്റെ അഴുക്ക് കളയുന്നതല്ല എന്നുള്ളൊരു ഭാഗം എന്നെ ടച്ച് ചെയ്യാനിടയായി. അപ്പൊ ഞാൻ ഓർത്തു, അപ്പൊ അഴുക്ക് കളയണമെങ്കിൽ ഒരിക്കലും നമ്മുടെ ഒരു വെള്ളം എടുത്ത് നമ്മുടെ മേത്ത് തളിച്ചാല് നമ്മുടെ ജഡത്തിന്റെ അഴുക്കുന്നുണ്ട്. അപ്പൊ ജഡം നമ്മുടെ ശരീരമാണല്ലോ, ശരീരം ആണല്ലോ നമ്മുടെ ജഡം എന്ന് പറയാം. അപ്പോ ഈ അഴുക്ക് നമ്മുടെ ശരീരത്തിൽ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ തളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ശരീരത്തിലെ അഴുക്ക് ഒരിക്കലും പോകത്തില്ല. അപ്പൊ എന്നെ പെട്ടെന്ന് ആ ഒരു ചിന്ത എനിക്ക് വന്നു. അപ്പൊ അത് ശരിക്കും അപ്പൊ അത് തന്നെയാണല്ലോ അതിന്റെ കഴുകൽ, അതായത് ശരീരത്തിൽ അഴുക്ക് പറ്റിക്കഴിഞ്ഞാൽ കഴുകണം. കഴുകാന്ന് വെച്ചാൽ ഒരു വെള്ളം കൊണ്ടാണ്. അപ്പൊ ആത്മീയ അർത്ഥത്തിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള, അതായത് നമ്മുടെ പാപത്തെ നമ്മുടെ ശാപത്തെ കർത്താവ് ക്രൂശിന്മേൽ വഹിച്ചു. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ക്രൂശിനോട് അനുരൂപമായ ഒരു കഴുകല് അത് നമുക്കിവിടെ വെച്ചിരിക്കുന്ന ഒരു ഇതാണെന്ന് എനിക്ക് അപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നീട് അപ്പൊ എനിക്ക് സംശയം വർദ്ധിക്കുകയും ചില വ്യക്തികളോടൊക്കെ ചോദിക്കാനിടയായി. അപ്പൊ അപ്പൊ എന്നോട് ഒരു അങ്കിൾ എന്നോട് പറയാനിടയായി, മോളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോട് അല്ലെങ്കിൽ മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്നതാണല്ലോ സ്നാനം എന്ന് നീ വിശ്വസിക്കുന്നു? ഞാൻ പറഞ്ഞു വിശ്വസിക്കുന്നു. എങ്കിൽ മോളെ, നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആളെ അടക്കുമ്പോൾ നമ്മൾ എന്നിട്ട് ഒരാള് ഇങ്ങനെ അയാളുടെ മേത്ത് നമ്മൾ കുറച്ച് മണ്ണ് ഇങ്ങനെ നമ്മൾ തളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാല് അത് അടക്ക ആവോ, അത് അല്ലെ ആ മനുഷ്യന്റെ അവസ്ഥ എന്താവും? ആ ശരീരം ജീർണിച്ച്
അതൊരു മണം വരാനും അല്ലെങ്കിൽ അതൊരു ജഡം ഒരിക്കലും നമ്മള് അടക്ക് എന്ന് പറയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാനപ്പോ ചിന്തിച്ച് ശരിയാണല്ലോ, കുറച്ച് മണ്ണ് നമ്മളൊരാളുടെ എടുത്ത് നമ്മളൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്, അപ്പൊ എടുത്തിങ്ങനെ ഇതിന് മുന്നേ ഇടും, പക്ഷെ അതിൽ ഇപ്പൊ മണ്ണ് മുഴുവനും ഇട്ട് അല്ലെങ്കിൽ ഒരു കവർ ചെയ്തിട്ട് ഇടുന്നത്. അപ്പം വചനം വ്യക്തമായിട്ട് റോമക്കെഴുതിയ ലേഖനത്തിലും അതുപോലെ തന്നെ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിലൊക്കെ ഇവിടെ ക്രിസ്തുവേശുവിനോട്, ഇവിടെ ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇവിടെ ക്രിസ്തുവേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പം യേശു ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനം. അതൊരു മതത്തിന്റെ അല്ല, ഒരു സംഘടനയുടെ അല്ല, അതായത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അല്ല. അതൊക്കെയാണ് നമ്മുടെ കുഞ്ഞിലോട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു തോട്ട് അല്ല ചിന്തയൊക്കെ പോകുന്നത്. അപ്പൊ അതല്ലാതെ എന്റെ കർത്താവ് എനിക്ക് അവിടെ നിന്ന്. അപ്പൊ ഞാൻ ആ കുഞ്ഞിനോട്, അതായത് എന്റെ ആ ട്രെയിനിങ്, അതായത് ഞാൻ വചനം കേട്ട് പ്രസംഗം കേട്ടൊക്കെ പല ചിന്തകൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്തോട് ദൈവം എന്നെ ഓരോ വ്യക്തികളിലൂടെ ദൈവം പുസ്തകത്തിലൂടെ ദൈവം എന്നോട് ഇടപെട്ടു. ആദ്യം രണ്ടാമതായി എന്നോട് ഇടപെട്ടതാണ് ഈ ചെറിയ മോന്. അവൻ ആ സമയത്ത് 8-ലോ 7-ലോ പഠിക്കുന്നത്, സ്നാനപ്പെട്ടു. ആ സമയത്താണ് അവൻ എന്നോട് ഭയങ്കര സ്നേഹം, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ സ്നേഹത്തിൽ കർത്താവ് അവനോട് ഇടപെട്ടതാണ്. പക്ഷെ അവൻ അത്രയും എന്നോട് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ചേച്ചി അതായത് തോട്ടിൽ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ ചേച്ചി എന്താണ് ചെയ്യുന്നത് എന്ന് ആ ചോദ്യമാണ് കുഞ്ഞെന്നോട് ചോദിച്ചത്. പക്ഷെ അന്ന് എനിക്ക് ജയിച്ചതുപോലെ തോന്നിയെങ്കിലും പിന്നീട് വചനം വായിച്ചപ്പോൾ കർത്താവ് എന്റെ കണ്ണിന്റെ, പൗലോസിന്റെ കണ്ണിലെ ചെതുമ്പൽ കളഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഹൃദയത്തിൽ അടച്ചു വെച്ചു. അതായത് എന്തൊക്കെയോ അറിയാവുന്ന അഹംഭാവങ്ങളും കുഞ്ഞിലോട്ട് വചനം പഠിപ്പിക്കുന്നതുകൊണ്ടും വചനം വായിക്കുന്നത്, സൺഡേ സ്കൂള്, VBS എല്ലാം മുടങ്ങുന്നത്, അപ്പൊ എന്തൊക്കെയോ ഞാനാണ്. അതായത് ഒരു അഹങ്കാരം പോലത്തെ ഒരു ഭാവം. അതൊക്കെ ദൈവം ഓരോ രോഗത്തിലൂടെ ഓരോ വിഷയത്തിലൂടെ കടന്നു പോകുന്നപ്പോൾ ദൈവം എന്നെ ശരിക്കും ഉടച്ച് പണിത് ഇന്നും പണിതുകൊണ്ടിരിക്കുക കേട്ടോ. ഹാലേലൂയ. നമ്മളൊന്നും അല്ല എന്നും നമ്മളൊന്ന് ചലിക്കുക. നേരത്തെ എനിക്ക് കടഭാരം എന്നും കടഭാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കടഭാരം അതെന്താ. പക്ഷെ എന്റെ ജീവിതത്തിലെ സമസ്ത മേഖലയിലൂടെ ഇപ്പൊ ഒരു വിഷയം നമ്മളൊരു വ്യക്തി പറയുമ്പോൾ അവരത് ആ രീതിയിൽ മനസ്സിലാക്കാൻ, മാനസിക ബുദ്ധിമുട്ടായിക്കോട്ടെ ഏത് വിഷയം തന്നെ ആയാലും അത് എനിക്ക് ആ രീതി തന്നെ ഉൾക്കൊള്ളുവാനുള്ള ഒരു കൃപ ദൈവം എനിക്ക് നൽകി. ഞാനെന്ന് പറഞ്ഞ ആ ഭാവത്തെ അല്ലെങ്കിൽ ആ അഹംഭാവത്തെ അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം കഴിയും, ഇന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരു വ്യക്തി. പക്ഷെ പണ്ട് ഞാൻ അങ്ങനെയല്ല, എല്ലാം ചാടി എപ്പോഴും ഒന്നാമത് കയറി ചെയ്യുക. അപ്പൊ പള്ളിയിലൊരു അച്ഛന്മാർക്ക് എല്ലാവർക്കും അറിയാം, അതായത് എല്ലാ ഉപദേശിമാർക്കും കാര്യം തന്നെ. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ അതായത് എന്ത് മണ്ടത്തരമായാലും ചോദിക്കാൻ ഞാനായിരിക്കും. എന്തിനും എന്താ പറയുക ചമ്മലില്ല, നല്ല ആക്റ്റീവായിട്ടൊരാള്. അപ്പൊ എന്താ പറയാ എനിക്ക് വചനമുണ്ട്, കർത്താവുണ്ട്, ഇതുണ്ട്. അപ്പൊ എല്ലാം ഞാൻ അറിഞ്ഞ് തികഞ്ഞു എന്നൊരു ഇതാണ്. അത് തന്നെ കുഞ്ഞെന്നോട് ചേച്ചി എല്ലാം നല്ലതാണെന്ന്. പക്ഷെ കർത്താവ് എനിക്ക് ചേച്ചി ഒരു കാര്യം പറയാനുണ്ട്. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ആദ്യം കർത്താവായ യേശു ക്രിസ്തുവിനെ ചേച്ചി സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. നമ്മൾ സ്വീകരിക്കാന്ന് വെച്ചാൽ നമ്മൾ ആരുടെ ഞാൻ സ്വീകരിക്കാൻ വേണ്ടി പറയും നമ്മൾ സ്വീകരിച്ചു അല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തെ, നമ്മുടെ ശാപത്തെ, നമ്മുടെ അകൃത്യത്തെ, നമ്മുടെ തലമുറകൾ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ സകലത്തെയും സ്വന്തം ശരീരത്തിൽ നമുക്ക് വേണ്ടി നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തെ, നമ്മൾ മരിക്കേണ്ട നമ്മുടെ പാപത്തെ, ശാപത്തെ സ്വന്തം ശരീരത്തിൽ വഹിച്ചു നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി പകരം മരിച്ചു. നമ്മുടെ ശത്രുവിന്റെ മരണത്തിന്റെ കയ്യിൽ നമ്മൾ പിടിച്ചു വലിച്ചു കർത്താവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തു. ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമെന്ന് നമ്മൾ വിശ്വസിക്കണം. അതായത് നമ്മൾ വിശ്വസിക്കുന്ന പറയുമ്പോൾ ഇത്രയും മാത്രം നമ്മുടെ ആടുന്നത്, അതായത് യേശു എനിക്ക് വന്നത് എന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. സകലത്തിൽ നിന്ന്, സകല അവകാശ പദങ്ങളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ അയച്ചത് നമ്മളെ സ്നേഹിച്ചത് കൊണ്ട്, ആ രക്തം കൊണ്ട്. ഇപ്പൊ നമുക്ക് ഉയർത്തി നമ്മുടെ ഒരു വിഷയം വരുമ്പോൾ നമ്മുടെ രോഗം നമുക്ക് ഉയർത്തി കാണിക്കുന്ന ഒരു ബില്ലുണ്ട്, യേശുവിന്റെ രക്തം. ഞാൻ വിലയുള്ളവനാ, എന്നെ വിലയ്ക്ക് വാങ്ങിയതാ, അത് ശത്രുവിനുള്ളതല്ല. കാരണം ഹല്ലേലൂയ, ഒരു വില കൊടുത്ത് നമ്മളൊരു വസ്തു മേടിക്കുമ്പോൾ ആ വില കൊടുത്ത് മേടിച്ച ആ വ്യക്തിക്ക് അതിന്മേൽ അതോറിറ്റി ഉള്ളൂ. നമ്മൾ പല വിഷയം നമ്മൾ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഒതുങ്ങി പോകുമ്പോഴും നമ്മൾ ഈ ചിന്തകൾ എന്നെ ഓരോ പ്രാവശ്യം വിലപ്പെടുത്തിയ ചിന്തകളെ, കാരണം എന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ വ്യക്തി എങ്ങനെയാണ് എന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് രോഗമല്ല, വിഷയമല്ല, ബുദ്ധിമുട്ടല്ല. നമ്മളെ വാഴേണ്ടത് യേശു ക്രിസ്തുവിന്റെ രക്തമായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഈ സാക്ഷ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ സഹോദരൻ കർത്താവിനെ വിടുവിച്ചത് ഈ രണ്ട് മൂന്ന് വാക്യം വായിച്ചത്. ഒന്ന് കുളിക്കുന്നതിനെ പറ്റി, അതായത് സ്നാനം എന്ന വാക്ക് ഇപ്പൊ എവിടെയായാലും മറ്റൊരു മതത്തിൽ തന്നെയായാലും അവർ സ്നാനം ചെയ്യാൻ പോവാന്ന് വെച്ചാൽ കുളിക്കാൻ പോവുക എന്നാണ്, അല്ലെങ്കിൽ കഴുകുക എന്നാണ്. അപ്പൊ ആ ഒരു ചെറിയ വാക്കായ പോലും നമ്മുടെ ബുദ്ധിയെ ശത്രുവോട് അടക്കിയിടും.
സ്തോത്രം. സ്വർഗം ഒന്ന് തുറന്നു തരുവാൻ ദൈവം എന്നോട് കൃപ ചെയ്തു എന്ന് പറയാൻ പറ്റും. കാരണം നമ്മുടെ യോഗ്യതകളല്ല, എന്റെ ജീവിത പ്രവൃത്തികളും അല്ലെങ്കിൽ പുറകോട്ടൊന്നും നോക്കിയാൽ ഒരു യോഗ്യതകളും പറയാനില്ല. സ്തോത്രം. പക്ഷെ ദൈവം എന്നോട് കൃപ ചെയ്തത് കൊണ്ട് മാത്രം ഇത് ഇത്ര. അതായത് നമ്മൾ അടക്കം ചെയ്യണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോട് അനുരൂപമാകാൻ വേണ്ടി, അതായത് ആ അടക്കിനൊരിതാണ് ഭൂമിയിൽ കണ്ടത്. എന്നോട് പിന്നെ അദ്ദേഹം ചോദിച്ചത്, നീ അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപമാകാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മോനെ ഒരു കുഴി വെട്ടിയോ അല്ലെങ്കിൽ അതിന്റെ അകത്തൊക്കെ ഒരു മണ്ണിട്ട് നമ്മൾ മൂടാൻ പറ്റത്തില്ല, നമ്മൾ മരിച്ചു പോകും. അങ്ങനെയെങ്കിൽ നമുക്ക് വെച്ചിരിക്കുന്നത് ആത്മീയ തലത്തിൽ നമുക്ക് വെച്ചിരിക്കുന്ന ഒരു ഇതാണ് ജലം. അപ്പോൾ നമ്മൾ വിശ്വസിക്കുകയും നമ്മുടെ പാപങ്ങൾ യേശു കർത്താവിന്റെ നാമത്തിൽ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിന്റെ ജലത്തിൽ സ്വാശീകരിക്കും. നമ്മൾ മുങ്ങുമ്പോൾ നമ്മൾ മരിക്കുകയാണ്. അതായത് മണ്ണിൽ അല്ലെങ്കിൽ അടക്കപ്പെടുന്നതിന് ഒരു നാൾ മുങ്ങുക എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ കഴുകത്തുള്ളത് യേശുവിന്റെ രക്തത്തെ നമ്മൾ ജലത്തെ കഴുകുവാണ്. ആ വിശ്വാസത്താൽ നമ്മൾ കഴുകുന്നതാണ് ജലം കാണിക്കുന്നത് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഇങ്ങനെ പിന്നെ പറഞ്ഞ കാര്യം ഞാൻ എന്റെ സ്വഭാവത്തിൽ ഞാൻ ഒന്ന് ചിന്തിക്കും. രാത്രി സമയങ്ങളിലും പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കും. അപ്പൊ ചിന്തിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്തപ്പോൾ അന്ന് ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാനോ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളില്ല. പക്ഷേ വചനം നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു, അതായത് ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം 27-ാം വാക്യം, പത്രോസിന് സുവിശേഷം 3-ാം 21-ാം വാക്യത്തിലേക്ക് ജലത്തിന്റെ അടുത്ത് കളയുവാനല്ല, ക്രിസ്തുവേശുവിനോട് ചേരുവാനാണ്. റോമക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 3 മുതൽ 4 വരെ വാക്യത്തിൽ പറയുന്നു കർത്താവിന്റെ അടക്ക പുനരുദ്ധാനത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരിക്കലും ദൈവമക്കൾ പറയുന്നത് അവരുടെ പ്രസ്ഥാനത്തിൽ കൂടുവാനോ അവരുടെ സംഘടനയിൽ കൂടുവാനോ ഒന്നുമല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന്, ഹല്ലേലൂയ, നിത്യതയിൽ കർത്താവിനോട് കൂടെ ചേർന്ന് കർത്താവിന്റെ മക്കളായി ജീവിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ ഹല്ലേലൂയ, എന്റെ ജീവിതത്തിലും ഈ ഇൻസിഡന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ തിരിച്ച് ഞാൻ ജോലിക്ക് പോകാൻ ഇടയായ ശേഷം അവിടെ വെച്ച് ചില ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും പിന്നെ എനിക്ക് വേറെ സ്ഥലത്തേക്ക് മാറാനിടയായി. ഞാൻ പഞ്ചാബിലേക്കായിരുന്നു. അവിടെയായിരുന്ന സമയത്ത് അവിടെ കൂടുതലെയും മറ്റു ആരാധനാ മേഖലയിലൊക്കെ നിൽക്കുന്ന ഒരു ഇതായെങ്കിൽ ഇവിടേക്ക് അങ്ങനെ നമുക്ക് നന്നായി ആരാധിക്കാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. ചെറിയ രീതിയിൽ ഞാൻ പിന്നാട്ടത്തിലേക്ക് പോകാൻ ഇടയായി. പക്ഷെ ആ സമയത്തും ഇങ്ങനെ കർത്താവിനെ വിട്ടുപോകുവാൻ എനിക്ക് ആഗ്രഹിക്കില്ല. പിന്നെ എനിക്ക് ആഗ്രഹം ആ സമയത്തുണ്ടായത്, ഞാൻ ഈ അത്ഭുതങ്ങളുടെ താക്കോൽ വായിച്ചതുകൊണ്ട് PG അങ്കിളിന്റെ ചർച്ചയിലൊന്ന് പോകണം, അങ്കിളിനെ കാണണം, അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഡൽഹിയിൽ നിന്ന് പോയതിനു ശേഷം സാധിച്ചില്ല. അപ്പൊ പിന്നീട് എനിക്ക് ഇത് ഞാൻ തിരിച്ച് ഡൽഹി പോകും, ഡൽഹിയിൽ നിന്നിട്ട് ഈ സഭയിൽ ചെല്ലും. അപ്പൊ നാട്ടിലുള്ളവരാരും അറിയത്തില്ല. അപ്പൊ കർത്താവിനെ സ്വന്തം രക്ഷിതമായി കാര്യമായി രഹസ്യമായി ജീവിക്കാം, എങ്ങനെയൊക്കെ ഞാൻ കുറെ തീരുമാനിച്ചു. പക്ഷെ അതൊന്നും നടക്കുവാനിടയായി. അതിനൊക്കെ മുമ്പ് ശത്രു, അതായത് ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ശത്രു പല വഴികളും നമ്മൾ അതിന് തടയുവാനൊരുക്കും. പക്ഷെ അതിലൊന്നും ശത്രു ജയിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവം കണ്ടതാണോ കറക്റ്റുള്ള റൈറ്റ് വേയിൽ ദൈവം നമ്മളെ നടത്തും. ഹല്ലേലൂയ. ഞാൻ പഞ്ചാബിൽ നിന്ന് എനിക്ക് ചില ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടാകുകയും ഞാനോട് തിരികെ പോകാനിടയായി. ഞാൻ ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഞാൻ രഹസ്യമായി പ്രാർത്ഥനയ്ക്ക് പോകാനിടയായി. ഇപ്പൊ ചർച്ചിനോടൊന്നും അത്ര ഇതില്ല, കാരണം ഇല്ലാത്ത തന്നെ വേറെ ഒന്നും അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ കുത്തി പ്രസംഗിക്കും. എല്ലാത്തിലും എല്ലാ കാര്യങ്ങളിലേക്ക് ചെറുതിലൊന്നും നമുക്ക് അംഗീകരിക്കാൻ പാടാത്ത രീതികളൊക്കെ വന്നതുകൊണ്ടും ദൈവം എന്താ പറയുക, നമ്മളോട് കൂടി നിൽക്കുമ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ നിന്ന് വേർപെട്ട് പോരാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, ഇന്ന് അവരൊക്കെയും അങ്ങനെ ചെയ്തത് സെപ്പറേറ്റ് ചെയ്തത് അവരല്ല, ദൈവം മാറ്റിയതാണ്. ദൈവം നന്മയ്ക്ക്, സകലവും നന്മയ്ക്കായി സഹോദരങ്ങളിടയ്ക്കുള്ള എന്താ പറയാ കൂടുന്തോറും ഡിസ്കസിങ് കൂടുന്തോറും അടുപ്പം കൂടുന്തോറും നമ്മൾ ഇന്ന് വിട്ടുപോരത്തില്ല. പക്ഷെ എനിക്ക് അവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ റിജക്ഷൻസ് ഉണ്ടായി. അതായത് കർത്താവിനെ അറിയാത്ത റിജക്ഷൻസ് പിന്നെ ഇവളെന്താ ഇങ്ങനെ അല്ലെങ്കിൽ പല ചർച്ചകൾ ഉണ്ടായപ്പോൾ ഞാൻ അവിടുന്ന് ഞാൻ തന്നെ പതിയെ ഒഴിഞ്ഞു മാറാനിടയായി. പക്ഷെ ഇന്ന് ഞാൻ തിരിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, സഹോദരങ്ങളൊക്കെയും ദൈവം അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പക്ഷെ ദൈവം അവിടെ പ്രവർത്തിച്ചതാണെന്ന് മനസ്സിലാകാനിടയായി. ഹല്ലേലൂയ. ഞങ്ങൾ സെപ്പറേറ്റ് ആയി മാറി. ഇടയ്ക്ക് ചർച്ചിൽ പോകും, പക്ഷെ ഇങ്ങനെ വെളിയിൽ പോയെന്ന് പറയാൻ കാരണം ഞങ്ങൾക്ക് അത്ര ധൈര്യം ഞങ്ങൾക്കില്ല ആ ഒരു സാഹചര്യത്തില്. ആ സമയത്ത് വേറെ പ്രേയറിനൊക്കെ പോകാൻ ഇടയായ സമയത്ത് എന്റെ മാതാവിന് ഒരു അസുഖം വരാനിടയായി. അപ്പം പെട്ടെന്ന് എഴുന്നേക്കാൻ മേലതായി. അങ്ങനെ നമ്മൾ തളരാനിടയായി. ആദ്യം കാല് താവുന്നു, അതിനുശേഷം കൈ, പിന്നീട് തിരിച്ചു മാറിയും പറഞ്ഞു കൈ അല്ലെ കാല്. അങ്ങനെ അപ്പൊ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവര് പറഞ്ഞു ഇത് മാറത്തില്ല, ഇനി കൂടത്തേ ഉള്ളൂ,
സൗഖ്യമാവത്തില്ല എന്നൊരു റിപ്പോർട്ട് കേൾക്കാനിടയായി. എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. കാരണം കർത്താവിലേക്ക് നമ്മളൊന്ന് അറിഞ്ഞ് സ്നാനപ്പെട്ടിരുന്നില്ലെങ്കിൽ പോലും ഞങ്ങൾ രഹസ്യമായി പോകുള്ളൂ. എങ്കിലും കർത്താവ് എന്താ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ, മറ്റുള്ളവർക്കൊന്നും ഒരു വിഷയം ഇല്ലല്ലോ, ഞങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നൊരു ചോദ്യമായിരുന്നു, നല്ലൊരു ചിന്തയായിരുന്നു. പക്ഷേ ദൈവം അവിടെയെല്ലാം പിടിച്ചു നിർത്തി ഞങ്ങളെ. ഹാലയിലും അതിനുശേഷം ഞങ്ങൾ ആയുർവേദ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരാനിടയായി. ഇവിടെ പുതിയ ഒരു ഹോസ്പിറ്റൽ. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് മാറത്തില്ല, ഈ അവസ്ഥയിൽ വന്നവര് അങ്ങനെ തന്നെ കിടക്കുവാനിടയുള്ളത്. എങ്കിലും ചെറിയ രീതിയിൽ, കാരണം അവരുടെ കൈ നന്നായിട്ട് വളഞ്ഞു പോയായിരുന്നു, കാല് നന്നായിട്ട് വളഞ്ഞു പോയായിരുന്നു, അങ്ങനെ പല വിഷയങ്ങളിലൂടെ കടന്നുപോയ. അപ്പൊ ഭയങ്കര വേദനയാണ് അമ്മയ്ക്ക്. അപ്പൊ ഇപ്പോൾ അധികം മണ്ണവില്ലെങ്കിൽ ആ സമയത്ത് നല്ല ശരീരമുള്ളൊരു വ്യക്തി. അപ്പൊ നമുക്ക് എടുത്ത് മറിക്കാനും എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ആ സമയങ്ങളിൽ എല്ലാവരും ഞങ്ങളൊന്ന് മാറി നിൽക്കുക. ഇപ്പൊ ഞാനും ഉണ്ട്, എന്റെ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്. പക്ഷെ അവര് പ്രായം ചെന്നവരാണ്. അപ്പം അമ്മയുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്താണ് ഞങ്ങൾ പിന്നെ വേറൊരു പ്രയറിന് പോകാൻ ഇടയാക്കി. ആ സമയത്ത് ഹല്ലേലൂയ ദൈവം അമ്മയ്ക്ക് പൂർണ്ണമായും സൗഖ്യം കൊടുക്കാനിടയായി. പിന്നെ ആ കുറച്ച് സൗഖ്യമായപ്പോൾ അമ്മ പിടിച്ചു നിൽക്കാനിടയായില്ല, വീട്ടിലിരിക്കാനിടയായില്ല. അമ്മ പതിയെ ബസ്സേലൊക്കെ ആണെങ്കിലും പിടിച്ച് നടയിൽ കയറി ഇരുന്നിരുന്ന ആ രീതിയിലായത്. പക്ഷെ കർത്താവ് ഒന്ന് വിടുവിച്ച് ഇപ്പോൾ എന്റെ അമ്മ നടക്കും. ഹല്ലേലൂയ ഡോക്ടേഴ്സ് മെഡിക്കൽ കോളേജിൽ നിന്നും ആയുർവേദ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെയും നടക്കുകയില്ല, കിടക്കുമെന്ന് പറഞ്ഞ് വിധി എഴുതെടുത്തുന്ന വലിയവനായി ദൈവം ഹാലയിലെ മഹാകരുണയാല എന്റെ മാതാവിനെ ഹല്ലേലൂയ ഇപ്പോൾ സ്വയ കാര്യങ്ങളൊക്കെ ചെയ്യുവാള് സന്തോഷമായിരിക്കുന്നു. ദൈവം ആ ഒരു അവസ്ഥയിൽ നിന്നും കർത്താവ് ഞങ്ങളെ പുറത്തു കൊണ്ടുവരാനിടയായി. ഇതിനുശേഷം ഞങ്ങൾക്ക് ഒരുപാട് ഇൻസിഡന്റ്, അതൊന്നും പറയാൻ സമയമില്ല. ഒത്തിരി ഇൻസിഡന്റുകൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് രോഗങ്ങളായിട്ട് കഷ്ടതകളും ഒരുപാട് ബുദ്ധിമുട്ട്. ആദ്യം ഞങ്ങൾ സേഫ് സോണിൽ നിന്ന സമയത്ത് ഉണ്ടാകാത്ത പല ബുദ്ധിമുട്ടുകളും ഹാലേലിയ ഞാൻ കർത്താവിനെ അറിഞ്ഞ് ചിലവര് കർത്താവിനെ നമുക്ക് നന്മ തന്നെ, പക്ഷെ ഒരു തിന്മയും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യത്തില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കഷ്ടതകളും വിഷയങ്ങളും കടന്നു വരുന്നുണ്ടെങ്കിൽ അത് സകലവും നന്മയ്ക്കായി തീർക്കുന്ന ഒരു ദൈവമാണ്. കാരണം തികഞ്ഞ പൊന്നായി ഹാലേലിയ നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ പ്രൈസലോട് ദൈവത്തിന്റെ നാമം മഹത്വം. എന്റെ ജീവിതത്തിൽ ഏത് മേഖലയിൽ കർത്താവിന്റെ നാമം മഹത്വം എത്രത്തോളം ഞാൻ അറിയാനിടയായിട്ടുണ്ട്. കാരണം മറ്റൊരു ശക്തിക്കും അല്ല അവകാശം, അല്ലെങ്കിൽ മറ്റൊരു ശക്തിക്കും അല്ല പവർ എന്ന് അറിയുവാൻ ഓരോ സാഹചര്യത്തിലൂടെയും ഞങ്ങളുടെ കഷ്ടതയിലും രോഗത്തിലും പ്രയാസത്തിലും ഒറ്റപ്പെടലിലും ഞങ്ങളുടെ അല്ലെങ്കിൽ ഓരോ ആവുകളുടെ ഭക്ഷണങ്ങളിൽ വരെ പോലും ദൈവത്തിന്റെ കൃപ ഹാലിൽ നമ്മൾ മറ്റാരോട് ഷെയർ ചെയ്യാത്ത കാര്യം ലോകത്തിലെ ദൈവത്തിന് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി കാക്കയെ അയച്ച ഹാലലുയ ഏലിയാവിനെ കരുതിയൊരു ദൈവത്തിന്റെ കരുതൽ ഹാലിൽ പറയാൻ എനിക്ക് സമയങ്ങൾ അത്രമാത്രം എന്റെ ജീവിതത്തിൽ ഞാൻ പോലും അറിയാത്ത വ്യക്തികൾ, ഞാൻ പോലും അറിയാത്ത സ്ഥലങ്ങളിൽ നിന്നും ദൈവം നമ്മൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണം പറഞ്ഞാട്ട് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ. ഞങ്ങള് കോവിഡ് സമയത്തായിരുന്നു. ഞങ്ങൾ ഭയങ്കര ചെറിയൊരു ഞെരുക്കത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് എന്താ പറയാ, ഞങ്ങളുടെ വീട്ടിൽ ഡോഗ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ കഴിക്കുന്നതെന്ന് വെച്ചാൽ കുത്തരിയാണ് കഴിക്കുന്നത് സാധാരണ, അതാണ് ഇഷ്ടം. അപ്പം ബാക്കി അങ്ങനെ കഴിക്കാറില്ല. അപ്പൊ ആ സമയത്ത് ഞങ്ങൾക്ക് തീരാറായി, അതായത് ഇനി ആ ഒരു ഇതും കൂടി ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ദൈവത്തിന്റെ ഇത് പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ശരിയാവേണ്ട കാര്യമല്ല. പക്ഷെ അന്ന് വൈകുന്നേരം സ്തോത്രം ഹാലേലുയ ഒരു സഹോദരി വന്ന് സംസാരിക്കാനിരുന്നത്. കാരണം അവര് കുത്തരി കഴിക്കത്തില്ല, അവർക്ക് ഒരു ചാക്കായി. അപ്പൊ അവരുടെ വിചാരം ഞങ്ങൾ വെള്ള അരിയെ കഴിക്കത്തുള്ളൂ. കുഞ്ഞിനെ തൊട്ട് വീട്ടിലെ ഈ കൃഷിയൊക്കെ അപ്പച്ചൻ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ആദ്യം ആ ഒരു രീതിയോട് ഭയങ്കര ഇഷ്ടം. അപ്പം ഇപ്പോഴത്തെ ചില ആൾക്കാർ അങ്ങനെയാണല്ലോ കഴിക്കുന്നത്, വെള്ള അരി ഇതൊക്കെയാണ്. അപ്പൊ ഞങ്ങളെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഡോഗ് ഉണ്ടല്ലോ, ഞങ്ങളുടെ അവിടെ ഇഷ്ടം പോലെ കുത്തിരി, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകത്തില്ലെങ്കിൽ അവർക്ക് വന്ന് കൊണ്ടുപോകാം, ചേച്ചി ഒന്നും കഴിക്കത്തില്ലായിരിക്കുമല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കിയപ്പോൾ 50 കിലോയിലധികം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയത്. കാരണം അന്ന് തീരെ സ്ഥലം അതിനുശേഷം ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തും വെറുതെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി അന്നേരം പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ സംഭവം ഇരിപ്പുണ്ട്, ഞങ്ങൾ അത് ഉപയോഗിക്കത്തില്ല, നിങ്ങൾ അത് പെട്ടിന്റെ അവർ പറഞ്ഞത്. എന്താണ് അതും അരി തന്നെയാണോ? അത് തന്നെ. അതായത് ആ സമയം സ്വർഗയിലൂടെ കടന്നു പോവാം. ഭക്ഷണം അല്ലാത്ത രീതിയിലുള്ള മീറ്റും അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നമുള്ളത് കൊണ്ട് പൊതുവെ ആൾക്കാര് കാരണം അവരുടെ പേര് പറഞ്ഞായിരിക്കും ചിലപ്പോ
പക്ഷെ നമുക്ക് ചിരിയും വരും, കാരണം അവർക്കുള്ളതും നമുക്കുള്ളതും കരുതുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ കൂടെയുള്ള ഹല്ലേലൂയ രാജാവാകുന്നതിന് മുമ്പ് കഴുതയെ അന്വേഷിച്ച് പോകുമ്പോൾ ആ കഴുതയെ കണ്ടൊരു ദൈവമുണ്ട്. തിരിച്ചു വരുമ്പോ പറയുന്നുണ്ട്, നിന്റെ അപ്പൻ ഹല്ലേലൂയ, നിന്റെ അപ്പന് കൊണ്ട് കഴുത എത്തി. ഹല്ലേലൂയ. നമ്മൾ വളർത്തുന്ന മൃഗങ്ങളെ വരെ എനിക്കത് ആ സാക്ഷ്യം ശ്രേഷ്ഠമായി. പ്രൈസ് ഗോഡ്. ശ്രേഷ്ഠമായി. അവർക്ക് ഒരു ഞങ്ങളുടെ എഫേഴ്സിൽ കൂടുതൽ ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുന്നവരായിരുന്നു. പ്രൈസ് ഗോഡ്. ഒരു പ്രാവശ്യം ഇല്ലാത്ത സാഹചര്യത്തിൽ കടന്നു പോയി എപ്പോഴും മേടിക്കാറൊന്നുമില്ല. ചില സാഹചര്യം ചോദിച്ചോണ്ടിരിക്കും ഇങ്ങനെ. ഇപ്പൊ ഞങ്ങള് ഒരു ദിവസം രാവിലെ ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് നോക്കിയപ്പോ മുറ്റത്തൊരു പൊതി കിടക്കുന്നുണ്ട്. അപ്പൊ ഓർമ്മമായിരുന്നു. അപ്പൊ വൈകുന്നേരം ഒരു കഴിഞ്ഞപ്പം ഒരു അങ്കിൾ ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, രഞ്ജുമോളെ ഞങ്ങളുടെ നിന്റെ വീട്ടിലെ കൂടി പോയപ്പോ നിന്നെ കണ്ടില്ല, ഞാൻ നടയുടെ താഴത്തൊരു സംഭവം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് നിന്റെ പട്ടിക്കുട്ടന്മാർക്ക് കൊടുത്തോളം പറഞ്ഞു. ഞാൻ തുറന്നു നോക്കിയപ്പോ അവര് കഴിക്കുന്ന ആഹാരം എന്തോ അതും അവർക്ക് വേണ്ടിയുള്ള സകല അവര് കഴിക്കുന്നത് എന്തോ അത് ദൈവം അവർക്ക് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ സമയത്തില്ല. അപ്പൊ ഞാൻ പറയുന്നത് കരുതുന്ന ദൈവം. കാക്കി വചനത്തിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കരയുന്ന കാക്ക കുഞ്ഞ് ആഹാരം കൊടുക്കുക. അതിന്റെ ആഴം എന്തെന്ന് പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവിതത്തിലൂടെ സമസ്ത മേഖലയില് നമ്മുടെ അപ്പൻ അത്ര അല്ലെ, അത്ര വലിയവനായത് മനുഷ്യനെ മാത്രമല്ല. ആ ഏറിയ കുരികിലിനെയും കാക്കയെയും സകലത്തെയും ചന്തവും ഉചിതവുമായി ഹല്ലേലൂയ സൂക്ഷിക്കുന്ന പരിപാലിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം മഹത്വം എടുക്കട്ടെ. ഹല്ലേലൂയ. രണ്ടാമതായി ഹല്ലേലൂയ ഞാൻ അതായത് സ്നാനപ്പെടുന്നതിന് ശേഷമാണ് എനിക്ക് ഏറെ ഇതുണ്ടായത്. സ്നാനപ്പെടുന്ന കാര്യം പറയാം. ഹല്ലേലൂയ. സ്തോത്രം. സമയം കുറവുള്ളത് കൊണ്ടാട്ടോ ഇങ്ങനെ ചെറിയൊരു ടെൻഷനായി പോയത്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ഗോഡ്. കുറച്ച് പിന്നെ രഹസ്യമായി പ്രാർത്ഥനിക്കുക. അമ്മ സൗഖ്യമായും അതിനുശേഷം വീണ്ടും ഈ സ്നാനത്തിന്റെ ആഴങ്ങൾ മനസ്സിലായപ്പോൾ ഞങ്ങൾ വീണ്ടും ഞാനും അമ്മയും ഞങ്ങൾ പ്രയർ ദൂരെ ഒരു സ്ഥലത്തായിരുന്നു, പാമ്പാടി എന്നൊരു സ്ഥലത്ത്. ഞാനും എന്റെ മാതാവും എന്റെ അപ്പച്ചനും എന്റെ അമ്മച്ചിയും ഞങ്ങൾ കുടുംബമായി ഞങ്ങൾ സ്നാനപ്പെടുവാൻ സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. ഹല്ലേലൂയ. അതിനുശേഷം ഞങ്ങള് ഒളിച്ച് പ്രാർത്ഥനയ്ക്ക് പോകും. ദൂരെയാണ് എങ്കിലും പ്രാർത്ഥനയ്ക്ക് പോകും. ഞങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇന്നപ്പോഴാണ് 2014 അവസാനത്തോടുകൂടി ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയിലേക്ക് ഹല്ലേലൂയ പോകാൻ ദൈവം ഇടയാക്കി. ഇടയ്ക്ക് മാത്രം ചർച്ചിൽ പോകുന്നതുകൊണ്ട് ചില എനിക്ക് ജോലി സംബന്ധമായി അല്ലെങ്കിൽ ശാരീരിക സംബന്ധമായി ഞാൻ പറഞ്ഞു ഓക്സിജൻ കുറയും, അതിന് തുടർന്നൊരു ഓക്സിജൻ കുറയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സമയത്ത് നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പം ശ്വാസം മുട്ടൽ പോലെ ഇടയ്ക്ക് വരുന്നത് കൊണ്ട് അപ്പൊ ഏതാന്ന് മനസ്സിലാകാമെന്നൊരു അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പം പെട്ടെന്ന് ആൾക്കാർക്ക് നെഞ്ചൊരു കുഴപ്പമില്ലല്ലോ, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അപ്പൊ എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുന്ന അവസ്ഥയായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്താണ് എല്ലാവരുടെ ചോദ്യങ്ങൾ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കര ഒന്നും കൂടി ഭയങ്കര വിഷമം. അപ്പൊ അതും എനിക്ക് കർത്താവ് പഠിച്ചത് നമ്മൾ ആരോട് എങ്ങനെ പെരുമാറണം, നമ്മളെ എങ്ങനെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കണം, എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കണം, അതൊക്കെയും ദൈവത്തിന്റെ ടീച്ചിങ് ആയിരിക്കും. പക്ഷെ ആ സമയത്ത് ഇങ്ങനെ ചിലവര് സന്തോഷത്തോടെ എന്താ പറയാ നമ്മളോട് സ്നേഹത്തോടെയൊക്കെ ഇടപെട്ടതിന് ശേഷം അതിന്റെ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും ഒരു വേദന പറഞ്ഞിട്ട് പോകും. ചിലവര് സഹതാപത്തിൽ പറയുന്നവരുണ്ട് മോളെ. പക്ഷെ നമ്മൾ അനുഭവിച്ച സന്തോഷം, നമ്മൾ അനുഭവിച്ച രക്ഷ അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അതിൽ നമ്മൾ സന്തോഷമെങ്കിൽ പോലും ചില ചോദ്യങ്ങൾ വരുമ്പോ പണച്ചു നിന്നിട്ടുണ്ട് ഞാൻ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഡിപ്രഷനിലേക്ക് ഒരു സമയം. കാരണം ആരാധനയ്ക്ക് നമ്മൾ വീട്ടിലുള്ള ഒരു ഇതേ ഉള്ളൂ, മറ്റുള്ള ചുറ്റുപാടുള്ള ഒരു ഇതില്ല, ദൂരെ പോകാനുള്ള സാധ്യതകൾ. ആ സമയത്താണ് എനിക്ക് ഡിപ്രഷൻ പോലെ വരികയും ഞാൻ 3 ഡോസ് കഴിഞ്ഞ് 4ാമത്തെ ഡോസ് മരുന്നെടുക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു. ആ സമയത്ത് TV-യിലൂടെ ഇങ്ങനെ ഒരു ഇത് കാണി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങള് ഒരു അവർ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയിൽ ചെല്ലണം. പക്ഷെ അത് ദൈവം ഞങ്ങളോട് സംസാരിക്കണം അവിടെ വെച്ച്. അതായിരുന്നു വിഷയം. അങ്ങനെ ഞാൻ 2014 അവസാന സമയത്ത് എൽഷദായി മിനിസ്ട്രിയിൽ പോകാൻ ഇടയായി. അവിടെ ചെന്ന് ദേവാസം കടന്നു പോന്നു. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അപ്പൊ കുറെ പേരുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും പുറകിലത്തെ ചേരിലെ ഞാൻ 2ാമതായിട്ട് എങ്ങാണ്ട് ഇരിക്കേറ്റ അവസാനം. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ ദേവദാസൻ ഇങ്ങനെ പ്രവൃത്തി പറയുന്നുണ്ട്, ദൂത്. അപ്പൊ ഈ പറയുന്നത് മുഴുവൻ എന്നെ സമ്മതിക്കുന്ന കാര്യം. അപ്പൊ ഈ കണ്ണു തുറന്ന് നോക്കുവാൻ എനിക്ക് ഒരു പ്രയാസം. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. കുറെ കാര്യം പറഞ്ഞു, നീ മരിക്കേണ്ടതാ, പക്ഷെ ഇന്നും തീരുമാനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് വിടുവിച്ച ദൈവം ഞാനാ, അത് എനിക്ക് വേണ്ടിയാണ് നിന്നെ ഇന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഞാനാണ് എന്നിങ്ങനെ ദൂത് പറയുക. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ എന്നെ പറ്റി പറഞ്ഞപ്പോ അവസാനം എന്നെ പറ്റി തന്നെയാണോ പറയണത് എന്ന് എനിക്ക് ഇടങ്ങളിലിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ഈ ഫ്രണ്ടിലുള്ള ആൾക്കാരെല്ലാം എന്നെ നോക്കുന്നത്. കാരണം നമ്മൾ കണ്ണടിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളോട് കൈ ചൂണ്ടി ദൂത് പറയുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പം
അന്ന് ഒരു നമുക്ക് ഉറപ്പായി യേശു എന്നെ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ അവസ്ഥകൾ കാണുന്നുണ്ട്, ഞാൻ കടന്നു പോകുന്നത് അറിയുന്നുണ്ട്. കാരണം നമ്മള് ചില സമയത്ത് എന്തിനാ ജീവിക്കുന്നത്, മരിച്ചാലോ എന്നുള്ള ചിന്തകളൊക്കെ ശത്രു ആ സമയത്ത് നമ്മളെ കൊണ്ട് അവനെ മടുത്തു. ഏലിയാവ് പറഞ്ഞ പോലെ, നമ്മൾ ഏലിയാവിനെ പോലെ അല്ലെങ്കിൽ പോലും ഏലിയാവും ചില പ്രതികൂല ചില വെല്ലുവിളി വന്നപ്പോഴാണ് പറഞ്ഞത്, കർത്താവേയും എന്റെ ഐസബേലിനെ പേടിച്ചു വരുന്ന അവസ്ഥയാണ്, എനിക്ക് മരിച്ചാ മതി. സ്തോത്രം. എന്റെ ജീവിതത്തിൽ അങ്ങനെ ചില ഇൻസിഡന്റുകളാണ് കടന്നു വന്നത്. ആ സമയത്ത് പറഞ്ഞത് എനിക്ക് മരിച്ചാ മതി, കാരണം ഇനി രക്ഷയില്ല. കാരണം എങ്ങനെ ഇവിടെ നിന്നൊക്കെ റിക്കവർ ചെയ്ത് കയറി പോരും, അതിനുള്ള ത്രാണി എനിക്കുണ്ടോ. നമ്മളിലേക്ക് ചിന്തിക്കുന്ന. പക്ഷേ വചനം പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. ഹാലേലൂയ. ദൈവത്തിന്റെ കൃപയാൽ ദൈവം ഇന്നും നിലനിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ആ മീറ്റിങ്ങിലൂടെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരാനിടയായി. പിന്നെ എനിക്ക് ആ ഒരു മെഡിസിൻ കഴിക്കാൻ ഇടയായിടയില്ല. ഇന്ന് വരെയും ദൈവത്തിന് ഇവിടെ പുറത്തു കൊണ്ടുവന്ന് ആ സഭയിൽ ചേർന്ന് നിൽക്കാൻ ഇടയായി. രണ്ടാമത് എനിക്ക് 2023 ആണ് എന്റെ വെല്ലുമശി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി. അതെനിക്ക് എന്റെ ജീവിതത്തിൽ കഴിക്കാൻ എന്നെ എപ്പോഴും ഹോൾഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. വെല്ലുമശി ആ സമയത്ത് മരിച്ചതിന് ശേഷം എനിക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാലും വീണ്ടും ഞാൻ മുൻപ് അതായത് അഭിമുഖീകരിച്ചിരുന്ന കുറെ പ്രശ്നങ്ങൾ, കുറെ ജീവിത സാഹചര്യങ്ങൾ എന്റെ മുന്നിലേക്ക് വരികയും വെല്ലുവിളികളായി സംസാരങ്ങളായി പലതും എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. പഠിക്കുന്നത് എന്റെ മാതാവാണെങ്കിൽ ഒരു അധികം സംസാരിക്കാത്ത ഒരു സൈലന്റ് ആയിട്ടൊരു വ്യക്തിയാണ്. പക്ഷെ ഒറ്റയ്ക്ക് ഞാൻ അവരോട് ഷെയർ ചെയ്യുന്ന വ്യക്തിയല്ലാത്തതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഫേസ് ചെയ്ത് നിൽക്കാൻ ബുദ്ധിമുട്ടായി പോയി എനിക്ക്. കാരണം എന്റെ വെല്ലുവിളിച്ച ഉണ്ടെങ്കിൽ എനിക്ക് ആള് നല്ല ധൈര്യം നൽകുന്ന ആളാണ്, മറുപടി നൽകുന്ന ആൾ, നമ്മളോട് ബലപ്പെടുത്തും. അപ്പോ അതെനിക്ക് എന്നെ വല്ലാതെ അങ്ങോട്ട് തളർത്താനിടയായി. അപ്പൊ ആ സാഹചര്യങ്ങളിൽ എനിക്ക് ഒരു മാസത്തോടടുത്ത് എനിക്കെന്തോ അസുഖം, അങ്ങനെ പല ആൾക്കാരുടെ വായിൽ നിന്ന് എന്തോ അസുഖമുണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നുണ്ട്, എന്ത് അസുഖം, കാരണം വലിയ അസുഖമാണ്. അപ്പൊ ആ കാരണം കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എനിക്കൊരു അസുഖം ഇല്ലല്ലോ ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു മാസം കഴിഞ്ഞ് പിന്നീടാണ് അതിലേക്ക് ആഴം എനിക്ക് മനസ്സിലായത്. പക്ഷെ എന്റെ ദൈവം അവിടെ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. 2023 ഞാൻ എന്റെ ജൂൺ മാസം ആ സമയത്താണ് എനിക്ക് വേലാതെയാവുന്നത്. ഒരു ദിവസം ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഒരു സ്വപ്നം ഞാൻ കാണാനിടയായി. പക്ഷെ ഞാൻ അതിനെ അത്രമാത്രം ഗൗനിച്ചില്ല, അതിനെ ഞാൻ അങ്ങനെ ബ്രേക്ക് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഒരു കാരണമില്ലാതെ വെറുതെ വൊമിറ്റ് ചെയ്യാനിടയായി. ഇങ്ങനെ വൊമിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഇങ്ങനെ ബക്കറ്റ് ഇങ്ങനെ വെക്കുക, അത്ര ഒരു അവസ്ഥയിലായി. ഇപ്പം അവസാനം എന്താണെന്നറിയാൻ മേലാതെ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റലിൽ ചെറുതായിട്ടൊരു പനി പോലെ വന്നു. അപ്പം ഒരു കുറുങ്ങല് പോയ അവസ്ഥ. അപ്പൊ പനിയുടെ ആയിരിക്കുന്നു. പക്ഷെ പനിയുടെ ആണെങ്കിലും ഇങ്ങനെ വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കത്തില്ലല്ലോ. അപ്പൊ ഇത്രമാത്രം വൊമിറ്റ് ചെയ്യും. അപ്പൊ അവര് അവരെ ഉള്ള എല്ലാ ഇതിൽ വെച്ചിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടൊന്നും മനസ്സിലായില്ല. അപ്പൊ അവര് എനിക്ക് ശ്വാസം മുട്ടലിന് ഉള്ള മരുന്ന്, ഈ കുറുകുറാന്ന് ഒച്ച കേൾക്കുന്നതുകൊണ്ട്, അപ്പൊ ശ്വാസം മുട്ട കഫം ഉള്ളിൽ ചെന്നതുകൊണ്ട് അതായിരിക്കുന്നവർ അതിന് എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനിടയായി. 8 ദിവസം, 7ാമത്തെ ദിവസമായപ്പോഴൊക്കെ ഞാൻ, അതായത് 7 ദിവസം ഞാൻ കിടക്കുന്നില്ല, ഇരിക്കുന്നതേ ഉള്ളൂ. 2 എനിക്ക് ഫുഡ് കഴിക്കാൻ പ്രയാസമാണ്. ഈ കുത്തിയിരുന്ന നടുവിനൊക്കെ നല്ല വേദന. അപ്പം ശരീരം ശരിക്കും പിന്നെ മുഖവും കാലൊക്കെ വീർക്കാൻ തുടങ്ങി. അപ്പൊ 7ാമത്തെ ദിവസം ഡോക്ടർ ഒന്ന് പറഞ്ഞു, ഇതൊന്നും ഇങ്ങനെയാണ്, ഒരു മരുന്നിനോട് ഒരു പ്രതികരിക്കുന്നില്ല, ഒന്നും മാറുന്നില്ല, അങ്ങനെയെങ്കിൽ ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോ, കാരണം ഇത് ബുദ്ധിമുട്ടാണ്, കാരണം ഇതിൽ നിൽക്കുന്നില്ല, ചികിത്സ നിൽക്കുന്നില്ല, വേറെ ടെസ്റ്റുകളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വേണ്ട, കാരണം ഡോക്ടറെ നമുക്കറിയാം അധികം മരുന്നുകൾ അങ്ങനെയുള്ള തരത്തില്ല. അപ്പൊ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ ഇവിടെ തന്നെയെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഡോക്ടർ വന്നു. അപ്പൊ അതിന് മുമ്പ് സിസ്റ്റർമാരൊക്കെ അവർ ചിരിച്ചൊക്കെ കാണിച്ചു, പക്ഷെ സംസാരിക്കത്തില്ല അധികം, മുഖമൊക്കെ വീർത്തിരിക്കുക. അപ്പൊ അവർ ആ സമയത്ത് അവർ എന്റെ BP നോക്കിയില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ മുഖമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വീർത്തിരിക്കണം. ഡോക്ടർ എന്നെ പേടിച്ചു, ഇതെന്താ ഇങ്ങനെ വെച്ചപ്പോ കാര്യം പറഞ്ഞു ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കുന്നുള്ളൂ, മിണ്ടാൻ പറ്റുന്നില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് വേണ്ട, ഇവിടുന്ന് പെട്ടെന്ന് കാരിത്താസിൽ പോയിക്കോ, അതായിരിക്കും നല്ലത്. അവിടുത്തെ അതായത് മെഡിക്കൽ കോളേജ് ചെന്ന് കഴിഞ്ഞാൽ അതൊക്കെ കണ്ടുപിടിച്ചെടുക്കുക. കാരണം നന്നായിട്ട് കണ്ടപ്പോൾ തന്നെ ഡോക്ടർക്ക് മനസ്സിലായി ഇവിടെ അവസ്ഥ വഷളായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വന്നപ്പോൾ ഞാൻ അത്ര ഒരാഴ്ചയായിട്ട് കിടക്കാത്ത ഞാൻ കിടന്നിട്ട് ശരീരമൊക്കെ അനക്കാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇങ്ങനെ കൈ കൊണ്ട്, അതായത് മറുപടി ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ തമ്പ് കൊണ്ട് മാത്രം കാണിക്കുന്ന അവസ്ഥ. അപ്പൊ ആ സമയത്ത് സിസ്റ്റർ കയറി വരികയും സിസ്റ്റർ പെട്ടെന്ന് ഡോക്ടറെ പെട്ടെന്ന് ഒച്ച വെച്ചാലെല്ലാം വന്ന് നോക്കിയപ്പോ BP ഇതുപോലെ തന്നെ, BP ഇല്ല, BP പെട്സ് കിട്ടുന്നില്ല. പെട്ടെന്ന് തന്നെ അവര് ഓക്സിജൻ സംഭവം എല്ലാം കണക്ട് ചെയ്തിട്ട് പറഞ്ഞു പെട്ടെന്ന് കാരിത്താസ്, ഇനി എങ്ങും ഒരു സ്ഥലത്തേക്കും അതായത് മെഡിക്കൽ കോളേജിലേക്ക് അങ്ങോട്ടൊന്നും കൊണ്ടുപോകണ്ട, കാരിത്താസ് തന്നെ പെട്ടെന്ന് എത്തിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് ആംബുലൻസ് അറേഞ്ച് ചെയ്ത് അവിടുന്ന് ഇവിടെ കാരിത്താസ് ഹോസ്പിറ്റലിൽ എത്തിക്കാനിടയായി. അവിടെ വന്നതിന് ശേഷവും അവർക്ക് രോഗങ്ങൾ കണ്ടുപിടിക്കാൻ ഇടയായില്ല. അപ്പം എന്നെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് പേടിയുണ്ട്. പക്ഷെ എനിക്ക് ഉള്ളിൽ ഈ 2 അവസ്ഥ വന്നപ്പോഴും ഈ മരണഭയം എന്നെ അലട്ടാൻ ദൈവം ഇടയാക്കിയിട്ടില്ല.
നമ്മളൊരു ഭയം ഉണ്ടല്ലോ, ഞാൻ മരിച്ചു പോകും. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ഈ രണ്ടവസ്ഥയിലൂടെ കടന്നപ്പോൾ ദൈവം എനിക്ക് അത് മറ്റേതിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല, കർത്താവ് ഞാൻ മരിച്ചു പോയി, പക്ഷെ പേടി വരുന്നില്ല. പക്ഷെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ മരിക്കത്തില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം വാഴ്ത്തം പറഞ്ഞ കർത്താവ് നിവർത്തിപ്പാന് ശക്തന. ഹല്ലേലൂയ. ഞാനിങ്ങനെ എന്നോട് ചോദിക്കുമ്പോൾ എന്നെ ഇടയ്ക്ക് ഇങ്ങനെ യേശുമോളെ എന്ന് വിളിക്കുമ്പോൾ ഞാനിങ്ങനെ തമ്പ് കാണിക്കുന്നുണ്ട്, എനിക്ക് കുഴപ്പമില്ല. എന്നിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ ചോദിച്ചു എന്താ, നമ്മുടെ ഡോക്ടർ റിസൾട്ട് എല്ലാം കാണിച്ചു. അപ്പൊ ഒരു പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റി മാറ്റി. ആദ്യത്തെ കുറെ ടെസ്റ്റുകളൊക്കെ എന്റെ ബാഗ് എല്ലാം അവരെടുത്തു, എന്തൊക്കെ രോഗം വന്നിട്ടുണ്ട്, എന്തെല്ലാം ഇതൊക്കെ ഉണ്ട്, എല്ലാം അവരെടുത്തു. അതിനുശേഷം എനിക്ക് ഓക്സിജൻ നന്നായിട്ട് കുറയുന്നുണ്ട്. ഓക്സിജൻ കുറഞ്ഞ് 80 താഴാൻ തുടങ്ങി. ആ സമയത്ത് പിന്നെ നന്നായിട്ട് കണക്ട് ചെയ്തിരുന്നുണ്ട്. BP എനിക്ക് നിൽക്കുന്നില്ല, ഇതുപോലെ തന്നെ വീഴ്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അന്നും മെയിൻ ഡോക്ടർ ഈ പല എന്നെ 30 ഡോക്ടർ ഒന്നും ഇല്ല, വേറെ ഡോക്ടേഴ്സ് നോക്കിയത്. അവസാനം വൈകുന്നേരമായ സമയത്ത് തന്നെ ICUലേക്ക് മാറ്റാനിടയായി. ICUലേക്ക് മാറ്റിയപ്പോൾ ഇവർക്ക് ഏത് രോഗത്തിനാണ് എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്, അതായത് വൊമിറ്റിങ് വരുന്നുണ്ട്, ശ്വാസം മുട്ടുന്നു തരുന്നതിനുണ്ട്. പക്ഷെ അതൊന്നും അല്ല ശരിക്കും എന്റെ അവസ്ഥ. പക്ഷെ ഇതെന്താന്ന് കണ്ടുപിടിക്കാൻ ഇവർക്ക് പറ്റില്ല. അപ്പം പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു, ഇവിടെ രോഗം എന്തെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം പ്രവർത്തിക്കാം. അപ്പോ ഞങ്ങൾ ഇതുപോലെ തന്നെ എല്ലാം ദൈവമക്കളോട് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് അന്നത്തെ അസുഖം എന്ന് വെച്ചാൽ ABP, അതായത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു രോഗമല്ല, കുറച്ച്, അതായത് ABP എന്ന് പറഞ്ഞ, അതായത് അലർജിക്ക് പൾമണറി അസ്പർജലിസ് എന്ന് പറഞ്ഞൊരു, അസ്പർജലിസ് എന്ന് വെച്ചൊരു വൈറസാണ്. നമ്മുടെ ഈ പ്രകൃതിയിലൊക്കെ ഉള്ള സംഭവമാണ്. പക്ഷെ അത് നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ലെങ്സിലായിക്കോട്ടെ ഏതെങ്കിലും ശരീരത്ത് പറ്റി വളരുന്ന ഒരു വൈറസാണ്. അത് അലർജി പോലെ വരുന്നു. അപ്പൊ ABBയുടെ കൗണ്ട് നല്ല കൗണ്ടായിട്ട് നിൽക്കുന്ന 2 EDAC എന്ന് പറഞ്ഞത്, അതായത് നമ്മുടെ എയർവേ ഫുള്ള് കൊളാപ്സ് ടൈപ്പ്. അതായത് എനിക്ക് ആസിഡിറ്റി, വയറിൽ ഫുള്ള് ആസിഡ് വന്നിട്ട് ഈ ആസിഡ് എന്റെ തൊണ്ടയുടെ അവിടെ വരെ വന്നു. തൊണ്ട തൊട്ട് താഴത്തേക്കുള്ള ചെറുകുടലും വൻകുടലും എല്ലാ ആമാശയം വരെയുള്ള തൊലി ഉലിച്ച്, അതായത് നമ്മുടെ സ്കിന്നുണ്ട്, ആ തൊലികൾ ഉലിച്ചു കളഞ്ഞു. രണ്ടാമത് ഈ ആസിഡ് തന്നെ നേരെ നമ്മുടെ ഏറിയിലേക്ക്, നമ്മുടെ ശ്വാസനാളിയിലേക്ക് കയറി. അതാണ് എനിക്ക് അത്രയും സീരിയസ് ആയിപ്പോയത്. അവിടെ ചെന്നിട്ടും ശരിക്കും ഈ എന്താ പറയാ, ആ ശ്വാസനാളിയിലുള്ള സകല ആ ഒരു കോട്ടിംഗ് ഉണ്ട് ദൈവം നമുക്ക് നൽകിയേ. അതിന്റെയൊക്കെ മഹത്തെ ജീവിതത്തിലൂടെ അറിയാനിടയായി. ദൈവം നമ്മളെ വചനം പഠിക്കുന്ന എത്ര അതിശയകരമായി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ. അതറിയണമെങ്കിൽ എന്റെ ജീവിതത്തിലൂടെ കടന്നു. കാരണം ഞാനൊരു ഫോൺ, അതായത് കുറഞ്ഞതിന് ശേഷം വെളിയിൽ ഇറങ്ങിയപ്പോ ഇങ്ങനെ മെസ്സേജുകൾ എന്നെ കാണിക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഫോൺ ഇങ്ങനെ മാറ്റാൻ വേണ്ടി ഇങ്ങനെ തമ്പ് അനക്കുമ്പോ ഇങ്ങനെ കേട്ട സ്ട്രൈറ്റ് കിടന്നോണ്ട് ചെയ്യുന്നത് പോലെ, പക്ഷെ ഈ അനക്കുമ്പോ തരെയും ഈ സംഭവം ഒട്ടിപ്പിടിക്കും. ഈ ആനക്ക്. അപ്പൊ നമ്മളുടെ കൈ വരെയും എത്രമാത്രം ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാനും പറയാനും പറ്റാത്തതിൽ അപ്പുറമാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഒട്ടിപ്പിടിക്കുമ്പോൾ ആ സമയത്ത് തന്നെ അതിനുള്ള ബുദ്ധിമുട്ട് വരികയും ഞാൻ എന്താ പറയാ, ഇങ്ങനെ ശ്വാസത്തിന് വേണ്ടി പെടയുക, വൊമിറ്റ് ചെയ്യാൻ വരിക. എനിക്ക് ഈ സംഭവങ്ങളൊക്കെ വരുന്നപ്പോൾ തന്നെ ഹാർട്ടിൽ നിന്ന് തലച്ചോറിലേക്കുള്ള ബ്ലഡിന്റെ പമ്പിങ്ങും അതുപോലെ ഓക്സിജന്റെ ഇടയ്ക്ക് കട്ടായി പോകും. അതായത് ഞാൻ ഉറങ്ങത്തില്ല, ഇവരെനിക്ക് ഉറങ്ങാൻ മരുന്ന് തരും. മരുന്ന് തന്നെ സ്ഥലത്ത് ഇച്ചിരി നേരം ഉറങ്ങത്തുള്ളൂ. ആ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഞെട്ടുന്ന ഒരവസ്ഥ. അപ്പൊ ആ സമയത്തിലൂടെ കടന്നു പോയപ്പോ എനിക്ക് മനസ്സിലായ രോഗമല്ല എന്ന്. കാരണം ഞെട്ടുന്ന സമയത്ത് എനിക്ക് ഓക്സിജനും ഈ ഇത് ലഭിക്കാൻ പറ്റും. പെടയിൽ കിടന്ന് പെട്ടെന്ന് വൊമിറ്റ് ചില അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് CPAP എന്ന് പറഞ്ഞൊരു CPAP വെന്റിലേറ്ററിൽ കണക്ട് ചെയ്ത് തന്നെ ഇട്ടേക്കുന്നത്. ഓക്സിജൻ ഉണ്ട്, സംഭവമുണ്ട്. കാരണം ഈ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി എയർവേക്കകത്തേക്ക് ഒരു തരം CPAP കണക്ഷൻ, അതായത് COPD ആസ്മ എന്ന് കണ്ടുപിടിച്ച് GERD, അതായത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയിലുള്ള സകലതും ഒരു വിഷയമായി പോയി. നമ്മുടെ ചെറുകുടല്, വൻകുടല്. പിന്നെ EDAC എന്ന് പറഞ്ഞ ആ രോഗം, എയർവേ കൊളാപ്സിലാണ് നമ്മുടെ ഈ മിഷീൻ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം ഒരു സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ അവിടെ കിടക്കുന്നത്. പക്ഷെ ഈ സമയത്തും ആ കണ്ടുപിടിക്കാത്ത സമയത്ത് ദൈവം എന്നോട് ഇടപെട്ടൊരു വചനമാണ്, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ആ വചനം എന്നെ ഭയങ്കരമായിട്ട് ബലപ്പെടുത്തി. അപ്പൊ നമ്മൾ വാഗോണ്ട് പറഞ്ഞില്ലല്ലോ, ഹൃദയം കൊണ്ട് ഞാൻ ശക്തമായിട്ട് പറയുന്നു. കാരണം വചനം പറയുന്നു, മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ആ വചനം എടുത്ത് പറഞ്ഞു. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഇൻസിഡന്റിലും 23-ാം സങ്കീർത്തന സ്വർഗത്തിലെ ദൈവം എന്നോട് ഇടപെട്ടത്. പക്ഷെ അന്ന് എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും ദൈവം ആ ഒരു റൂട്ടിൽ, അത് വചനം പറഞ്ഞുള്ളൊരു വിടുതല ദൈവം ഇരിക്കണം നൽകിയത്. ഹല്ലേലൂയ. അനേകരുടെ പ്രാർത്ഥനയിലും വചനം അയച്ചുള്ള വിടുതലും നമ്മൾ വചനം വിശ്വസ്തയോടെ പറഞ്ഞുള്ള വിടുതലും. ഹല്ലേലൂയ. ഈ ഒരു ഇൻസിഡന്റ് അതിനു മുന്നേ കർത്താവിന്റെ ഒരു ദേവദാസൻ എന്നോട് ഒരു പ്രവൃത്തി പറഞ്ഞായിരുന്നു.
ഹല്ലേലൂയ. നവംബർ മാസം കർത്താവിന്റെ കരം നിന്റെ മേൽ വരുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് ഇതിന് മുമ്പ് ഞാൻ ദൂത് കേട്ട ഞാൻ, പക്ഷെ ഈ ദൂത് എന്റെ മേൽ കിടപ്പുണ്ടെങ്കിൽ ഞാൻ മരിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവം പറഞ്ഞത് നമ്മളൊരു വിഷയത്തിലൂടെ കടന്നു പോകുന്നതിന് മുമ്പേ, അത് മാറയ്ക്ക് മുമ്പ് ദൈവം അവിടെ മധുരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു വിഷയത്തിന് മുന്നേ ദൈവം, അതായത് വിഷയത്തിലൂടെ കടന്നു പോകുന്നതിന് മുമ്പേ ദൈവം എന്നോട് ഉറപ്പിച്ച്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എന്നോട് പറഞ്ഞ വാറ്റത്തെ വചനത്തെ മുറുകെ പിടിച്ചു. രണ്ടാമതായി വചനത്തിൽ എന്ത് പറയും, ഞാൻ മരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ വേർഡ് എപ്പോഴും 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 വരാം. അപ്പൊ എന്റെ മാതാവ് 3-ാമതിന് ശേഷം എന്നെ കാണാൻ വന്നത്. ഹല്ലേലൂയ. കാരണം നമുക്ക് അതിനകത്ത് കയറ്റിവിട്ട് രണ്ടാമത്തെ ഒരു വേറൊരു ആളല്ല. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് കയറി വന്നപ്പോൾ പോലും അമ്മയോട് എനിക്ക് അസുഖമുള്ളതായിട്ട് എനിക്ക് നടിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെയും കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ അമ്മ പേര്, അപ്പൊ അമ്മയോട് പറഞ്ഞത് ഇങ്ങനെ ഐസിയുള്ള സെറ്റൊക്കെ ഇങ്ങനെയാണ്, അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞാണ് ആളെ കൊണ്ടാക്കിക്കണം. അപ്പൊ ഞാൻ പിന്നെ ജസ്റ്റ് ഇങ്ങനെ പല്ല് കടിച്ചുകൊണ്ട് സംസാരിച്ചു. പതിയെ നമ്മൾ സംസാരിക്കും. ഞാൻ പറഞ്ഞു മരിക്കത്തില്ല, ഞാൻ എവിടെ പ്രവൃത്തികളെ വർണ്ണിക്കും, ഇങ്ങനെ പ്രാർത്ഥിക്കണം, അമ്മ ഇനി വരെയൊന്നും വേണ്ട, അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ബലപ്പെടുത്തി. അപ്പം അതിനുശേഷം ഞാൻ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴും ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, അതായത് ഈ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ ഈ ഹാർട്ടിൽ നിന്നും അല്ലെങ്കിൽ ഈ പമ്പിങ് അല്ലെങ്കിൽ ഓക്സിജൻ കട്ടാകുന്ന സമയമാണ്, അത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ 2 ഇൻസിഡന്റിൽ പറയുന്നത് ഞങ്ങൾക്കൊന്നും, കാരണം ഡോക്ടേഴ്സിന് പരിധികളുണ്ട്. നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു പരിമിതികളുണ്ടെന്ന് എനിക്ക് മനസ്സിലാകാനിടയായി. അതുപോലെ ഡോക്ടർമാരുണ്ടല്ലോ, അവർക്ക് ചികിത്സിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒരു പരിമിതികൾ, അതിന്റെ അപ്പുറം പ്രവർത്തിക്കുന്നത് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവിടെയാണ് ആ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെ, കാരണം ഈ കണക്ഷൻ വിട്ടുപോകുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അകപ്പടെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മെഡിസിൻ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാർഡിയാക് അറസ്റ്റ് ഉണ്ടായിരിക്കാൻ മെഡിസിൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് സോഡിയത്തിന്റെ അളവ് നന്നായിട്ട് കുറവാണ്. അപ്പൊ ഈ സോഡിയത്തിന്റെ ഇഞ്ചക്ഷൻ വെച്ചാൽ ഭയങ്കര വേദന, നല്ല കട്ടുകഴപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം അതേപോലെ വേദനയാണ്. അപ്പം നമ്മുടെ ദൈവം നമ്മുടെ ശരീരത്തിൽ വേണ്ട മിനറൽസും വൈറ്റമിൻസും ഒക്കെ അല്ലെ, എല്ലാ സിസ്റ്റം നമ്മൾ തന്നെ അറിയാതെ നമുക്ക് വേണ്ടി ദൈവം എത്ര 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 അതിശയം അനുഗ്രഹമായ ആക്കി വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് ഇതിലൂടെ ഒക്കെ പോയപ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ച് പുറത്തു കൊണ്ടുവരും. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യത്തിലൂടെ നമ്മൾ പറയും ദൈവം നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന്. ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത്. കാരണം നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിൽ എനിക്ക് ഓക്സിജന്റെ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു സാഹചര്യത്തിൽ മുഴുവൻ എന്നും ഓക്സിജൻ, കാരണം ഈ 2019 സമയങ്ങളിലേക്ക് ഈ കോവിഡ് വന്നേ പിന്നെ ആൾക്കാർക്ക് ഓക്സിജൻ കുറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ഓക്സിജൻ കുറഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആള് കുഴപ്പമൊന്നുമില്ല, ഓക്സിജൻ കുറഞ്ഞ ഡെത്തായെന്ന് കേൾക്കാനിടയ്ക്ക്. അപ്പൊ പണ്ട് എനിക്ക് എപ്പോഴും മേള ഹോസ്പിറ്റലിൽ ഓക്സിജൻ കുറഞ്ഞ ആർക്കും മനസ്സിലാവത്തില്ല എന്താണ്. പക്ഷെ പിന്നീട് ഇപ്പൊ പക്ഷേ ഈ ഓക്സിജന്റെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രാവശ്യം എനിക്ക് ബില്ലടച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ 365 ദിവസങ്ങളും നമ്മൾ നമ്മുടെ വയസ്സ് എത്ര വയസ്സാണ് ഇഞ്ച് വിട്ട് നമ്മൾ കൂട്ടി നോക്കിക്കേ, അത് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ. ആ സമയത്ത് നമ്മൾ ഇത്രയും നാള് ശ്വസിച്ച ഓക്സിജന്റെ അളവ് നമ്മൾ ദൈവത്തിന് കൊടുത്താല് നമ്മുടെ ജീവിതത്തിലുള്ള എന്തൊക്കെ വിറ്റാലും അല്ലെ ഏതൊക്കെ രീതിയിൽ വിറ്റാൽ പോലും നമുക്ക് കൊടുക്കാൻ സാധ്യമല്ല. കാരണം അത്രമാത്രം നമ്മൾ ശ്വസിക്കുന്ന വായു, ഞാൻ ഈ ശ്വസിക്കുന്ന വായു തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കറിയാം ശ്വസിക്കുന്നതിന് ദൈവത്തിന്റെ കൃപയാ. എടുത്ത ശ്വാസം തിരിച്ച് നമുക്ക് വെളിയിലേക്ക് വിടുന്ന ദൈവത്തിന്റെ കൃപ തന്നെ വേണം. ഈ കണ്ണ് തുറക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ വേണം. ഹല്ലേലൂയ. ഈ വിരൽ ചലിപ്പിക്കുന്നതിന് ദൈവത്തിന്റെ കൃപ വേണം. ഞാൻ എപ്പോഴും എനിക്കറിയാവുന്നതോട് ഞാൻ പറയുള്ളൂ, ദൈവത്തെ ആരാധിക്കുന്നതിൽ നമ്മൾ ഒട്ടും പിശിക്കരുത്. ആരിലെന്നും പറയട്ടെ, നമ്മൾ ദൈവത്തെ ആത്മശുദ്ധിയോടെ ആരാധിക്കുമ്പോൾ പൂർണ്ണ ശക്തിയോടെ. ദൈവത്തിന് നമ്മുടെ 2 കരമുണ്ട്. ഇത് അടിക്കുവാൻ കൃപ തരുമ്പോൾ നമ്മൾ പൂർണ്ണ ശക്തിയോടെ ദൈവത്തിന് തന്നെ നമ്മുടെ കൈ കൊണ്ട് മഹത്വം കൊടുക്കണം. കൈ ഉയർത്തേണ്ട സ്ഥാനത്ത് ദൈവത്തിന് കൈ ഉയർത്തി. കാരണം എനിക്ക് ഈ സാഹചര്യം വന്നപ്പോഴൊന്നും എന്റെ കൈ ഉയർത്താനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ പെട്ടെന്ന് ഇത് ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ട് വൊമിറ്റ് ചെയ്യും, പെട്ടെന്ന് ശ്വാസത്തിന് വേണ്ടി പെടുകയും ചെയ്യും. ഈ സമയം തന്നെ എന്റെ യൂറിൻ പൊയ്ക്കൊണ്ടിരിക്കും. ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം. കാരണം ഈ ചുമച്ച് എന്റെ ഇലാസ്റ്റിക് ഇരിക്കുന്ന കപ്പാസിറ്റി ഒക്കെ പോയി. അപ്പൊ അനങ്ങിയാലും ചുമച്ചാലും കൈ എന്ത് വന്നാലും യൂറിൻ പോകും. അപ്പൊ എനിക്കപ്പോ ഒരിക്കൽ എന്താ പറയുക, ഇത് എത്ര നാൾ ഞാനിതിങ്ങനെ ബുദ്ധിമുട്ടി പോകുമെന്നൊക്കെ എനിക്ക് ചിന്ത വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഐസിയു കഴിഞ്ഞപ്പോഴാണ്
എന്റെ ആത്മീയ സഹോദരൻ എന്നെ കാണാനിടയായി ചർച്ചയിൽ നിന്ന്. അതായത് എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു യൂത്ത് ഉണ്ട്, ഞങ്ങൾക്ക് സഭയില് അനുഗ്രഹിക്കപ്പെട്ട ദേവദാസനുണ്ട്. അപ്പൊ ദേവദാസനും ദൈവസഭ എല്ലാവരും ശക്തമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നു. പക്ഷെ ആ സമയത്ത് ആ സഹോദരൻ കടന്നു വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആ സമയത്ത് വെള്ളം ഇറക്കാൻ ഞങ്ങൾ പൊള്ളിപ്പോയേക്കുന്ന അവസ്ഥയാണല്ലോ. അപ്പൊ ഈ ആസിഡ് ചിലവര് സിസ്റ്റർമാർ വരുമ്പോ പലരും എന്നെ നോക്കുന്നുണ്ട്, കാരണം ചെറുപ്രായം പോലെ അവർക്ക് തോന്നും ഞാൻ ആസിഡ് വെള്ളം കുടിച്ചിട്ടാണോ കേട്ടതാണ് ആൾക്കാരെല്ലാം ഇങ്ങനെ അതിശയിച്ച് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ വെള്ളം ഇറക്കാനും ഫുഡ് എടുക്കുമ്പോഴേക്കും നമുക്ക് വേദനയാണ് ഭയങ്കര. അപ്പോൾ ആ സമയത്തൊന്ന് പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനാണ് ആ ടൈമിൽ തന്നെ ഈ സ്ഥലം ഹീലായി പോകുന്നത് എനിക്ക് ശരിക്കും അനുഭവിക്കാനാണ് സ്തോത്രം. അതിലൂടെ പിന്നെ നന്നായിട്ട് എനിക്ക് ചെറിയൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് വയറ് ഫുള്ളായി തോന്നും, പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാൻ തോന്നും. എന്നൊക്കെ ദൈവം പുറത്തു കൊണ്ടുവന്ന് ഞാൻ അതിനുശേഷം എനിക്ക് എൻഡോസ്കോപ്പി ബ്രോങ്കോസ്കോപ്പി എടുക്കാനിടയായി. അപ്പൊ അതിലൊക്കെ കുറച്ച് ഡൗട്ടുകളൊക്കെ പറഞ്ഞായിരുന്നു. ദൈവത്തിന്റെ മഹാദയയിലും കൃപയിലും അതൊന്നും വരാതെ വണ്ണം ദൈവം എന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. എനിക്ക് എക്സ്റേ സോളോ എടുക്കേണ്ടി വന്നത് 10 എക്സ്റേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. രാവിലെ ഒരു 10 മണിക്ക് ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇറങ്ങിയത്. ആ മരുന്നെല്ലാം കഴിച്ചു. മരണകരമായി ഒന്ന് കുടിച്ചാൽ യാതൊരു ദോഷവും വരികയില്ലെങ്കിൽ ഈ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് വിഷയത്തിൽ കൊണ്ട് അങ്ങനെ ചെറിയൊരു ഭയം എനിക്കുണ്ടായിരുന്നു. ദൈവത്തിനെല്ലാം എന്നെ പുറത്തു കൊണ്ടുവന്നു. ഈ എക്സ്റേയിലൊക്കെ എടുത്തപ്പോൾ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന റേഡിയേഷൻ ഒന്നും ഹാലേലൂയ എന്റെ ശരീരത്തിൽ ഏക്കാൻ ദൈവം ഇടയാക്കത്തില്ല. അത് വിശ്വസിക്കുന്നു. ഹാലേലൂയ. ദൈവം എന്നെ അതിൽ നിന്നെല്ലാം പുറത്തുണ്ട്. അപ്പൊ അവര് പറഞ്ഞു വയറ്റിൽ ചെല്ലുന്ന ഭക്ഷണം അവിടെ നിൽക്കുന്നില്ല, തിരിച്ച് കയറി വരുന്നതായിട്ടാണ് അതിൽ കാണുന്നത്. കാരണം അവര് വെള്ളം പോലെ ലിക്വിഡുകൾ ഇതൊക്കെയുള്ള മരുന്നുകൾ നമുക്ക് തരുന്നത്. അപ്പോൾ പക്ഷേ അതിൽ നിന്ന് പ്രാർത്ഥനയാൽ ദൈവം എനിക്ക് സൗഖ്യമാക്കിയത്. ഡോക്ടർ പറഞ്ഞ് എനിക്ക് ഈ ഫംഗസിന്റെ ഇൻഫെക്ഷൻ കൂടെ ഉള്ളത് കൊണ്ട് ലെൻസിന്റെ പോയിൽ ഒരു വൈറ്റ് കളർ പോലെ കാണുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഡോക്ടർ പറഞ്ഞു, അപ്പൊ ആ സമയത്ത് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിനായ ചില ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞു ആരോട് ഇടപെടുന്നത്, 1 വർഷം ആരുമായിട്ട് മിങ്കിൾ ചെയ്തെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ കൃപ 3 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ സഭയിൽ പോകുവാനും ഹല്ലേലൂയ എല്ലാവരോടും ഇടപെടുവാനും ആരാധിക്കുവാനും എല്ലാം ദൈവം എനിക്ക് കൃപ ചെയ്തു. ആ സമയത്ത് എനിക്ക് നന്നായിട്ട് യൂറിൻ പോകുന്ന സമയമായിരുന്നു. അത്രമാത്രം യൂറിൻ നിന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ല. കുറച്ചു പേർക്ക് മാത്രമേ അറിയാവുള്ളൂ. അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പോലും അറിയാതെ സ്തോത്രം എനിക്കറിയത്തില്ല. കാരണം നമ്മൾ അറിയാൻ ചില ഹീലിംഗ് നടക്കുമല്ലോ. സ്തോത്രം കർത്താവ്. കാരണം ഒരു പെൺകുഞ്ഞാണ്, നമ്മൾ എവിടെയെങ്കിലും പോയിരിക്കും, സംസാരിക്കാൻ മേല, അനങ്ങാൻ മേല, എടുക്കാൻ മേല, അപ്പൊ ഇങ്ങനെ യൂറിൻ പോയിക്കൊണ്ടിരിക്കാൻ ചില ഏറ്റവും ദുഷ്കരമായ അവസ്ഥ ആരോടും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയല്ല. അതിൽ നിന്നും ദൈവം എന്നെ പുറത്തു കൊണ്ടുവരാനിടയായി. പ്രൈസിനോട് ഹാലേലൂയ. മരണത്തിൽ നിന്നും ഹാലേലൂയ. വചനം പറയുന്നു മരണത്തിനുള്ള നീക്കുപോക്കുകൾ ഹാലേലൂയ ജീവനുള്ള ദൈവത്തിന് തന്നെ, ഹോവയായ ദൈവത്തിനുള്ള വചനം പറയുന്നു ഹാലേലൂയ. അത് ഈ 2 അവസ്ഥ, രണ്ടിലും ഡോക്ടേഴ്സ് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കാനെന്ന്. പ്രൈസില് ഹാലേലൂയ. എനിക്കൊന്ന് പറയാം, പ്രാർത്ഥിക്കുന്ന ഒരു ജനമുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നവന്റെ മുന്നിൽ വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് എന്നേലും ഈ സാക്ഷ്യം കേൾക്കുന്ന ചിലപ്പോൾ അനേകം രോഗത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കാം, പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കാം, കഷ്ടത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കാം. ഡോക്ടേഴ്സ് റിസൾട്ടുകളെല്ലാം ഹല്ലേലൂയ സത്യമായിരിക്കാം. പക്ഷേ വചനം പറയുകയാണ്, ഞാൻ എന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. അവരുടെ കുഴികളിൽ നിന്ന് അവരെ തിരികെ കയറ്റും. ഹല്ലേലൂയ. ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ കർത്താവിൽ വെച്ചത് പ്രാണനെയും സന്ധി മജ്ജകളെയും വേർപിടിക്കുമെന്ന് തുളച്ച് നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെ നമ്മൾ സമയത്ത് വായെടുത്ത് സംസാരിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയില്ലെങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നതിന് വിവേചിക്കുന്ന ഒരു ദൈവഹാരം ഈ വചനം എന്ന സൗഖ്യമാക്കി. ഈ വചനം ഏറ്റു പറഞ്ഞപ്പോൾ, ഈ വചനം വിശ്വസിച്ചപ്പോൾ സൗഖ്യമായെങ്കിൽ യേശു കർത്താവ് രക്ഷിതാവായി കർത്താവുമായി സ്വീകരിച്ച കർത്താവ് എന്നെ വിടിവിക്കും. കർത്താവ് സകല രോഗത്തെയും പാവത്തെയും സ്വന്തം ശരീരത്തിൽ വഹിച്ചു. യേശുവിന്റെ അടിപ്പിണരുകൾ എനിക്ക് സൗഖ്യം വരുമെന്ന് വിശ്വസിച്ച് ആ വിശ്വാസത്തോടെ കർത്താവിന്റെ വസ്ത്രത്തിൽ കയറി ഹല്ലേലൂയ ആ രക്തസ്രാവത്തെ സ്ത്രീ പിടിച്ചതുപോലെ നമ്മൾ ഈ വചനത്തിലൊന്ന് വിശ്വസിച്ച് എന്നെ വചനം വച്ചിട്ട് സൗഖ്യമാക്കിയ കർത്താവ്. ഹല്ലേലൂയ. അനേകരുടെ പ്രാർത്ഥനയും ഹല്ലേലൂയ. ഈ നമ്മുടെ ഏത് വിഷയമുണ്ടോ, ഏത് രോഗാവസ്ഥയുണ്ടോ അവിടെ അതിന് വചനത്തിൽ പറയുന്ന ഞാൻ രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ. എനിക്ക് കഴിയാത്ത വല്ല കാര്യമാണ്. ഡോക്ടേഴ്സ് സൗഖ്യമാക്കത്തില്ലെന്ന് പറഞ്ഞ ഏത് രോഗമുണ്ടല്ലോ, എന്റെ വെന്റിലേറ്ററിൽ നിന്നും ഐസിൽ നിന്നും സീപാപ്പിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന ദൈവം ഹല്ലേലൂയ നിങ്ങളെയും സൗഖ്യമാക്കും, നിങ്ങളെയും വിടിവിക്കാൻ ശക്തൻ എന്ന് പറയുവാൻ തക്കവണ്ണം ഞാൻ ഈ സമയത്ത് വിനിയോഗിക്കുക. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും സംശയിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ വചനം നമ്മൾ എപ്പോഴും ഉരുവിടുക. അതായത് നമ്മൾ ഒരു സോപ്പ് എടുത്ത് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും പറയും ശരീരത്തിലിട്ട് അത് തേച്ച് കുളിച്ചാല് നമ്മൾ ചെളി പോകത്തുള്ളൂ. സോപ്പ് കൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു അലമാരി കൊണ്ട് പൂട്ടി വെച്ചാൽ ഒരിക്കലും
എന്റെ മകന്റെ ചെളി പോകത്തില്ല കുളിച്ച ഒരിക്കലും. അതുപോലെ തന്നെ വചനം നമ്മളെ കഴുകുന്ന അതായത് ആ വചനം എടുത്ത് നമ്മൾ അനുദിനം ഏത് വിഷയമാണ്, കടഭാരം, ഏത് വിഷയം, രോഗം, ആ വിഷയത്തിലേക്ക് ആ വചനം ഒന്ന് എറിയാമെങ്കിൽ ഹാലേലൂയ, എന്റെ വചനം അതിന്റെ ക്രിയചിടത്തെ തിരിച്ചു വരുവോളെന്ന വചനം പറയുന്നത്. പ്രൈസ്. അതുകൊണ്ട് വിശ്വാസത്തെ നമ്മൾ ഏറ്റു പറഞ്ഞാൽ അത് പറയുന്നത് പോലെ തന്നെ സംഭവിക്കും. അതിന് സാക്ഷിയാണ് ഞാൻ. ഹാലേലൂയ. ഈ രണ്ട് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, ഡോക്ടർമാർ ഉപേക്ഷിച്ചതായാലും ഹാലേലൂയ മനുഷ്യൻ തള്ളി പറഞ്ഞാലും ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ കാര്യമുണ്ടെങ്കിൽ 118 സംഗീതം പറയുന്നത് യഹോവയുടെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു, യഹോവയുടെ വലങ്കരം ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. ഈ വീര്യം പ്രവർത്തിക്കുന്ന ഉയർന്നിരിക്കുന്ന വലങ്കരത്തിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ഒരു രോഗത്തിനോ ഒരു മരണത്തിനോ ഒരു ശത്രുവിനോ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആ കാര്യത്തിലേക്ക് നമ്മൾ ഒന്ന് താഴ്ത്തി കൊടുത്താൽ, ആ വചനപ്രകാരം നമ്മൾ ജീവിക്കാനൊന്ന് സമർപ്പിച്ചു കൊടുത്താൽ ഏത് വിഷയത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഒരു അവസരം നൽകിയ ആന്റിക്ക് ഹല്ലേലൂയ, ദൈവത്തിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ഉയർത്തുവാൻ കർത്താവ് എന്ന അവസരത്തിനും ഈ ഒരു ടിവിയിലൂടെ ഈ ഒരു ചാനലിലൂടെ അവസരം എന്ന ആന്റിക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഒരിക്കൽ കൂടിയുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കിൽ നിന്ന് നിർത്തുന്നു. രഞ്ജു, കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തിയെ ജീവിതത്തിൽ കാണുവാന് ജീവിക്കുന്ന ഒരു സാക്ഷിയാക്കി കർത്താവ് നിർത്തുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തുതിക്കുന്നു. ഇനിയും കർത്താവ് ഉപയോഗിക്കട്ടെ, അനേകർക്ക് വിടുതലാക്കി പ്രിയ സഹോദരിയെ കർത്താവ് തീർക്കട്ടെ. അനേക യൗവനക്കാർക്ക് ഹല്ലേലൂയ ഒരു ആശ്വാസമാക്കി ദൈവം മാറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു രഞ്ജു. രഞ്ജു ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധനായ സ്വർഗ്ഗത്തിലെ പിതാവായ ദൈവമേ, കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് കർത്താവെ ഹല്ലേലൂയ, പ്രിയ ദൈവദാസിയോടൊത്ത് ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ, കർത്താവ് ചെയ്ത നിനക്ക് എന്ത് ചെയ്തെന്ന് പറക എന്ന് ഹല്ലേലൂയ പൂതക്രിസ്തുവിനോട് പറഞ്ഞു. ഹല്ലേലൂയ കർത്താവെ, യേശുപ്പച്ച ആ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങൾ ചെയ്തത്, എന്റെ ജീവിതത്തിൽ ചെയ്തത്, എന്നെ വിടുവിച്ചതായ കാര്യങ്ങൾ പറയുവാൻ തക്കവണ്ണം സുഖത്തിലെ വലിയ ദേവിയുടെയാക്കി നന്ദി പറയുന്നു കർത്താവെ. ഇത് കേൾക്കുന്ന ഹല്ലേലൂയ ഓരോ ജീവിതത്തിന്റെ മേലും കർത്താവെ അപ്പന്റെ കരം കൂടി ഇരുന്ന് കർത്താവ് വിടിവിക്കണമെന്നൊത്ത് പ്രാർത്ഥിക്കുന്നു. അത് ഏതെങ്കിലും അവസ്ഥയിലൂടെയോ രോഗത്തിലൂടെയോ ഭാരത്തിലൂടെയോ ആശയറ്റവരായോ ഹല്ലേലൂയ ജീവിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ ഹല്ലേലൂയ അതിവേഗം ചെല്ലുന്ന വചനം ഹല്ലേലൂയ, എന്റെ വചനം പാറയെ കിടക്കുന്ന ചുറ്റിന പോലെ എന്ന് പറയുമ്പോൾ ആ വചനത്തിന് ശക്തി അയച്ച ഹല്ലേലൂയ ഒരു കുഴികൾ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് കത്ത് പുറത്തു കൊണ്ടുവരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ ജീവിതങ്ങളും ആശ്വാസമാകുവാൻ വിടുതലായി തീരുന്ന ഓരോ സാക്ഷികളിൽ ഉണ്ടായി വരുവാൻ ഇത് സഹായിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകലമാനവും മഹത്വവും പുകഴ്ച സ്വർഗ്ഗം എടുത്താട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. വളരെ നന്ദിയുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇത്രത്തോളം ബലപ്പെടുത്തിയല്ലോ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.